بسم الله الرحمن الرحيم. الحمد لله. اللهم صل على محمد وعلى آله وصحبه وسلم. അതെ, നമ്മളിനി എന്താ 24-ാമത്തെ വ്യത്യാസം. അഹ്ലുസുന്നത്ത് വൽ ജമാഅത്ത് അവർ വ്യതിരക്തമായിരിക്കുന്ന 24-ാമത്തെ കാര്യം അൽ വലാ വൽ ബറാ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ ഔസഖു ഉറൽ ഈമാൻ അൽ ഹുബ്ബു ഫില്ലാഹ് വൽ ബഗ്ദു ഫില്ലാഹ്. ഈമാനിന്റെ ഏറ്റവും ശക്തമായ ഇഴ അത് അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള സ്നേഹവും അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള വെറുപ്പുമാണ്. അപ്പൊ നമ്മൾ ഒരാളെ സ്നേഹിക്കുകയാണെങ്കിൽ അള്ളാഹുവിന് വേണ്ടി സ്നേഹിക്കുക, ഒരാളെ വെറുക്കുകയാണെങ്കിൽ അള്ളാഹുവിന് വേണ്ടി വെറുക്കുക. ഇത് രണ്ടും ഒരു പക്ഷിയുടെ ചിറക് പോലെയാണ്. ഇത് രണ്ടും ഒരുപോലെ നമ്മൾ കൊണ്ടുപോവേണ്ടതുണ്ട്. അതുകൊണ്ടാണ് വിദ്യാർത്ഥികാരോടുള്ള നിലപാടൊക്കെ ഞാൻ ചർച്ച ചെയ്തത്. ഇതിനെ സെപ്പറേറ്റ് ആക്കി മാറ്റി പറയാൻ കാരണം ഈ വിഷയത്തിൽ ഇവർക്ക് അടിസ്ഥാനം, നമ്മുടെ നാട്ടിലെ സലഫിയത്ത് വാദിക്കുന്ന സംഘടനക്കാർക്ക് അടിസ്ഥാനത്തിൽ ചെറിയ പിശക് പറ്റിയിട്ടുണ്ട്. ഇവരുടെ ഒരു പോസ്റ്റർ ഞാൻ നിങ്ങൾക്ക് വായിച്ചു തരാം. ഇവരുടെ എന്ന് പറയുമ്പോൾ ഞാൻ മിക്കപ്പോഴും ഈ സംഘടനക്കാരെ പറയുമ്പോൾ വെസ്റ്റേൺ ഗാർഡിനെ എടുക്കുക. കാരണം ഇവരുടെ കൂട്ടത്തിൽ അഹ്സനു ഹാലൻ എവരാണെന്നാ പറയപ്പെടുന്നത്. സംഘടനക്കാരുടെ കൂട്ടത്തിൽ കുറച്ചെങ്കിലും തമ്മിൽ ഭേദം തൊമ്മൻ. വീട്ടിന് മോളിൽ കയറി ഇരുന്നിട്ട് ഓനെന്തോ കാട്ടുന്നുണ്ട്, അതാണ് തൊമ്മൻ. ഇയാളുടെ മൂത്ത മോനാന്ന് പറഞ്ഞു. ഓ, ഇയാളാ പറഞ്ഞോട് തമ്മിൽ ഭേദം തൊമ്മനാണ് എന്ന് പറഞ്ഞതുപോലെ തമ്മിൽ ഭേദം തൊമ്മൻ. ഇവരെന്തോ ക്വാളിറ്റി ഉള്ള ആൾക്കാരെന്നല്ല ഞാൻ പറയുന്നത്. മറ്റുള്ളവരെ അപേക്ഷിച്ച് അഹ്സനു ഹാലൻ എന്ന് ഞാൻ പറഞ്ഞതിന്റെ ഉദ്ദേശം അതാ. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ അവരുടെ ഒരു പോസ്റ്റ് എടുക്കാൻ കാരണം. ബാക്കിയുള്ളവർ ഇതിനേക്കാൾ നമുക്ക് കിട്ടും. എല്ലാവരും മനുഷ്യർ തന്നെ. ആ പോസ്റ്റിനെ കിട്ടി. വെസ്റ്റേൺ സ്റ്റുഡൻസ് പുറത്തിറങ്ങിയ പോസ്റ്റാണ്. എല്ലാവരും എന്താണ്? മനുഷ്യർ തന്നെ. ഇതാവട്ടെ, ഒരു പ്രവൃത്തി ധാർമ്മികമായി തെറ്റാണെന്നത് പറയുന്നത് കൊണ്ട് അത് ചെയ്യുന്നവർ മനുഷ്യരല്ലെന്നോ അവർക്ക് പൗരാവകാശങ്ങൾ ഇല്ലെന്നോ അവരെ വ്യക്തിപരമായി വെറുക്കണമെന്നോ അർത്ഥമേ ഇല്ല. സ്വവർഗരതിയോടും പലിശയോടും വ്യഭിചാരത്തോടും യോജിക്കാതിരിക്കുമ്പോഴും അത് ചെയ്യുന്നവരെ മനുഷ്യരായി കാണാനും അവർക്ക് പൗരാവകാശങ്ങൾ ഉണ്ടെന്ന് മനസ്സിലാക്കുവാനും സാധിക്കണം. അതായത് അവരെ വ്യക്തിപരമായി വെറുക്കണമെന്ന് അർത്ഥമില്ല. ഒരു കാര്യം ധാർമ്മികമായി തെറ്റാണെന്ന് പറയുമ്പോൾ വ്യക്തിപരമായി വെറുക്കണമെന്ന് അർത്ഥമില്ല. ഇത് എവിടെയാണ് ഉസൂലിയായി ഒരു പ്രശ്നമെന്ന് ഞാൻ പറയാൻ കാരണം, അൽ ഹുബ്ബു ഫില്ല അൽ ബഗ്ദു ഫില്ല എന്ന് പറയുന്നത് ഇവർ മനസ്സിലാക്കിയുള്ള പിഴവില്ലെങ്കിൽ ഇവർ അപ്ലൈ ചെയ്യുന്നതിനുള്ള പിഴവാണ്. അള്ളാഹുവിന് വേണ്ടിയുള്ള സ്നേഹം. നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കുമ്പോൾ റസൂല് വഹിച്ചിരുന്ന ധാർമ്മികമായ ഗുണങ്ങളെ മാത്രം സ്നേഹിച്ചാലും മതി. റസൂലിനെ സ്നേഹിക്കണം. നമ്മൾ സഹാബാക്കളെ സ്നേഹിക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു ഖുർആൻ ഹാഫിദിനെ സ്നേഹിക്കുമ്പോൾ ഖുർആൻ ഹാഫിദായ ആ ഗുണത്തിനെയാണോ സ്നേഹിക്കേണ്ടത്? ആ ഗുണം നിൽക്കുന്ന മനുഷ്യനെയും നമ്മൾ സ്നേഹിക്കണോ? ഹുബ്ബ് ഫില്ല, അത് ഞാൻ പറഞ്ഞ് മനസ്സിലായല്ലോ. ആ മനുഷ്യനെയും നാം സ്നേഹിക്കണം. ഈ ഗുണത്തിനെ എങ്ങനെയാണ് നമുക്ക് സ്നേഹിക്കാൻ കഴിയുക? അതിന് സ്വന്തമായി നിലനിൽപ്പില്ല. അത് ഒരു തടിയിൽ ഉണ്ടാവുമ്പോഴാണ് നിലനിൽപ്പുണ്ടാവുന്നത്. ആ തടിയെയാണ് നമ്മൾ സ്നേഹിക്കുമ്പോഴാണ് അതിനുള്ള സ്നേഹം നമ്മൾ വെളിവാവുക. ആ സ്നേഹം വെളിവാവുക തടിയിൽ സ്നേഹിച്ചുകൊണ്ടാണ്. അപ്പൊ ആ വിഷയത്തിൽ അവരെന്താണ് കറക്റ്റാണ്. സ്നേഹത്തിന്റെ വിഷയത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്? ഈ ഒരു ഉസൂൽ അവർ പാലിക്കുന്നുണ്ട്. അവർ റസൂൽ വഹിച്ച ആശയത്തെ മാത്രമല്ല റസൂലിനെ സ്നേഹിക്കുന്നു. സഹാബാക്കൾ വഹിച്ച ആശയത്തെ മാത്രമല്ല റസൂലിനെ സ്നേഹിക്കുന്നു. ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർ വിഷ്ടംകാരുടെ ആശയത്തെ മാത്രം വിഷ്ടംകാരനെ അവർ സ്നേഹിക്കുന്നു. എന്നാൽ ബഗ്ദു ഫില്ല പറയുമ്പോൾ അവരെന്താ പറയുന്നത്? ധാർമ്മികമായിട്ടൊരു കാര്യം തെറ്റാണെങ്കിൽ വ്യക്തിയെ വെറുക്കണ്ട. അവിടെ അവർക്ക് കഴിച്ചു. അൽ ഹുബ്ബു ഫില്ലയ്ക്ക് നമ്മൾ എടുത്ത നിലപാട് തന്നെയാണ് എവിടെ എടുക്കേണ്ടത്? അൽ ബഗ്ദു ഫില്ല. അപ്പോൾ ഒരു മദ്യപാനത്തിനെ അല്ല, മദ്യപാനിയും വെറുക്കണം. മനസ്സിലായി ഞാൻ പറയുന്നത്? അപ്പൊ ലഅനല്ലാഹുൽ ഖംറ എന്ന് പറഞ്ഞ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നിർത്തിയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല മദ്യത്തിനെ എന്ത് ചെയ്തിട്ടുണ്ട്? റഹ്മത്തിൽ അകറ്റിയിട്ടുണ്ട്. ഫശാരിബഹ, അത് കുടിച്ചവനെ അകറ്റി, അത് ഒഴിച്ചു കൊടുത്തവനെ അകറ്റി. വഹാമില, അതിനെ വഹിച്ചവനെ അകറ്റി. അപ്പൊ അവിടെ ആ വ്യക്തികളെയും അതിനെ ഖദറിനനുസരിച്ച് എന്ത് ചെയ്യേണ്ടതുണ്ട്? വെറുക്കേണ്ടതുണ്ട്.
ഒരു തെറ്റ് ചെയ്യുന്നവനെ സംബന്ധിച്ചിടത്തോളം ആ തെറ്റ് ചെയ്യുന്നവൻ എത്രത്തോളം ഗൗരവമായ തെറ്റാണോ ചെയ്യുന്നതിന് എന്ന് അടിസ്ഥാനപ്പെടുത്തി അവനെ നമ്മൾ വെറുക്കും. ആ ഖദറിനനുസരിച്ച് ഒരാൾ ശിർക്ക് ചെയ്യുന്നെങ്കിൽ തനിച്ച രൂപത്തിൽ നാം അവനെ വെറുക്കും, പൂർണ്ണമായി എന്ത് ചെയ്യും? വെറുക്കും. ഇനി അവൻ ഒരു മഅസിയത്താണ് ചെയ്യുന്നതെങ്കിൽ ആ മഅസിയത്തിന്റെ കാഠിന്യത്തിനനുസരിച്ച് നാം അവനെ എന്ത് ചെയ്യണം? വെറുക്കണം. ഇത് ഇസ്ലാമിന്റെ ഔസഖു ഉറൽ ഈമാനാണെന്നാണ് ആര് പഠിപ്പിച്ചത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത് ഇസ്ലാമിന്റെ അസലാണെന്ന് റസൂൽ തന്നെ പറഞ്ഞു വെച്ചു. ഇസ്ലാമിന്റെ ഉസൂലിൽപ്പെട്ട അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ ഇസ്ലാമിന്റെ ഉസൂൽ എന്ന് വെച്ചാൽ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ ഉസൂലിൽപ്പെട്ട കാര്യമാണെന്ന് ആര് പറഞ്ഞു വെച്ചു? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു വെച്ചു. ഇക്കാര്യത്തിൽ ഈ ഉസൂലിൽ ഈ സംഘടനക്കാർക്ക് പിഴച്ചിട്ടില്ലേ? പിഴച്ചു. ഇവര് പറയുന്നത് എന്താണ്? വെറുക്കുമ്പോൾ ആരെ വെറുത്താ മതി? ധാർമ്മികമായ കാര്യം തെറ്റാണെന്ന് പറയുന്നത് കൊണ്ട് എന്താണെന്ന് അർത്ഥമില്ല. അവരെ വ്യക്തിപരമായി വെറുക്കണമെന്നോ അർത്ഥമേ ഇല്ല. ഇത് ഇസ്ലാമിന്റെ അൽ ഹബ്ബു ഫില്ലാ അൽ ബഗ്ദു ഫില്ലാ എന്താണ്? എതിരാണ്. ഇത് അവർ കൊടുത്ത ഉദാഹരണം എന്താണ്? ഇത് ശ്രദ്ധിക്കണം, ഇവരുടെ ആ കുതന്ത്രം ശ്രദ്ധിക്കണം. സ്വവർഗരതിയോടും പലിശയോടും വ്യഭിചാരത്തോടും ഇവരെന്തൊക്കെ തെറ്റുകളായിട്ട് ഇവിടെ എണ്ണിയത്? സ്വവർഗരതി, പലിശ, വ്യഭിചാരം. ഈ 3 തെറ്റുകളിലേക്ക് നോക്കിയാൽ സമൂഹം ഇത് തെറ്റായി കാണുന്നില്ല. ഇസ്ലാം എന്ത് ചെയ്യുന്നുണ്ട്? തെറ്റായി കാണുന്നുണ്ട്. ഒരു ആണും പെണ്ണും വിവാഹം കഴിക്കാതെ ബന്ധപ്പെടുന്നത്, വ്യഭിചരിക്കുന്നത് ഇന്ത്യൻ നിയമപ്രകാരം പ്രായപൂർത്തിയെങ്കിൽ എന്തല്ല? തെറ്റല്ല. എന്നാൽ ഇതേ സമയത്ത് ഇവർ ഇങ്ങനെ എഴുതുമോ? മോഷ്ടിക്കുന്നതും പീഡിപ്പിക്കുന്നതും എന്നിവർ എഴുതോ? എന്തുകൊണ്ട് അങ്ങനെ എഴുതിയില്ല? അപ്പൊ മനസ്സിലായി ഞാൻ പറയുന്നത്? അതായത് ഇവർ തെറ്റുകൾ, അതായത് ഒരു പ്രവൃത്തി ധാർമ്മികമായി തെറ്റാണെന്ന് പറയുന്നത് കൊണ്ട് അത് ചെയ്യുന്നവർ മനുഷ്യരല്ലെന്നോ? അപ്പൊ ധാർമ്മികമായി മോഷ്ടിക്കുന്നത് തെറ്റാണോ? തെറ്റാണ്, ധാർമ്മികമായി തെറ്റാണ്. ഇസ്ലാമികപരമായിട്ടില്ല, ധാർമ്മികമായി തന്നെ എന്താണ്? മോഷ്ടിക്കുന്നത് തെറ്റാണ്. ഒരു സ്ത്രീയെ അവളുടെ അനുവാദമില്ലാതെ അവളെ ബലമായി കീഴ്പ്പെടുത്തുന്നത് ധാർമ്മികമായി തെറ്റാണോ? തെറ്റാണ്. അപ്പൊ ഇതിന് ഉദാഹരണം കൊടുക്കാം. എന്ത് കൊടുക്കാമായിരുന്നു? ഒരാളെ ബലാത്സംഗം ചെയ്യുന്നതും മോഷ്ടിക്കുന്നതും തെറ്റാണെന്ന് പറയുമ്പോൾ അവരെ വെറുക്കണമെന്നില്ലെന്ന് അവർ എഴുതൂല. കാരണം അങ്ങനെ എഴുതിയ സമൂഹം തന്നെ അവരെ മുഖത്ത് കറക്കിച്ച് തുപ്പും. മുസ്ലിമീങ്ങൾ മാത്രമല്ല, പൊതുസമൂഹം അവരെ മുഖത്ത് എന്ത് ചെയ്യും? കാർക്കിച്ച് തുപ്പും. എന്നാൽ എന്താ എഴുതിയത്? സ്വവർഗരതി, പലിശ, വ്യഭിചാരം ഇതൊക്കെ തെറ്റാണെന്ന് പറയുന്നത് കൊണ്ട് എന്തില്ല? അവരെ വെറുക്കണമെന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നില്ല. ഇതേ കാര്യം മറ്റേ രൂപത്തിൽ ഒന്ന് പറഞ്ഞു നോക്കട്ടെ, സമൂഹം തന്നെ അവരെ മുഖത്ത് കാർക്കിച്ച് തുപ്പും. അപ്പൊ ഇതെന്താണ്? ഇത് അല്പമെങ്കിലും ബുദ്ധിയുള്ള മനുഷ്യൻ തിരിച്ചറിയേണ്ടതാണ്. എവർ എന്ത് ചെയ്തു? അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ ഉസൂലിൽ നിന്ന് പിഴച്ചു പോയിട്ടുണ്ട്. സഹോദരങ്ങൾ, നമ്മൾ മനസ്സിലാക്കണം. വളരെ ഖേദത്തോടു കൂടിയാണ് നിങ്ങൾ അംഗീകരിക്കാൻ തയ്യാറാവണം. നമ്മൾ സത്യത്തിനോട് നിൽക്കണം, വികാരത്തിനോടൊപ്പം അല്ല മുസ്ലിമുകൾ നിൽക്കേണ്ടത്. വികാരമല്ല നമ്മളെ നയിക്കേണ്ടത്, വിവേകമാണ് നമ്മളെ നയിക്കേണ്ടത്. വികാരത്തിന് കീഴ്പ്പെടുന്നവർ ആവരുത് മുസ്ലിമീങ്ങൾ. ഹവകൾക്കും ദേഹേച്ഛകൾക്കും കീഴ്പ്പെടുന്നവരാവരുത്. മറിച്ച് നമ്മൾ ഹക്കിനോടൊപ്പം ശക്തിയോടുകൂടി നിലനിൽക്കുന്നവരായിരിക്കും. കൂവത്തോടുകൂടി നമ്മൾ ഹക്കിനെ പിടിക്കേണ്ടതുണ്ട്. നമ്മൾ ദുർബലരായി പോകരുത്. ശരിയാണ്, നമുക്കെതിരെ സമൂഹം വരും, പല പല രൂപത്തിലുള്ള ആരോപണങ്ങൾ വരും. മാനസികമായി തന്നെ ചിലപ്പോൾ ഒരുപക്ഷെ നമ്മൾ ജീവിച്ച സമൂഹത്തിനുള്ളിൽ നമുക്ക് ഇത്രയും കാലം നമ്മൾ ഹൈറായിട്ട് നമ്മൾ കണ്ടിരുന്ന ഒരു ചിലപ്പോൾ സമൂഹമായിരിക്കും, ഒരു സംഘടനയായിരിക്കും. പക്ഷെ സത്യത്തിൽ നിന്ന് വ്യതിചലിച്ചുവെങ്കിൽ നമ്മൾ അവരെ ഉപേക്ഷിക്കാൻ തയ്യാറാവണം. എന്തിനു വേണ്ടി? റബ്ബിന് വേണ്ടി, അള്ളാഹുവിന് വേണ്ടി, അള്ളാഹു റസൂലിന് വേണ്ടി. നമ്മളെ പ്രതിബദ്ധത സത്യത്തിനോടായിരിക്കും, വ്യക്തികളോടോ സംഘടനയോടോ ആവാൻ പാടില്ല. അതിൽ നിന്ന് പിഴച്ചു എന്ന് കണ്ടു കഴിഞ്ഞാൽ ഇനി ആരാണെങ്കിലും ശരി നമ്മൾ മാറി നിൽക്കാൻ തയ്യാറാവണം. അതിനുള്ള ഖുവ്വത്ത്, ശക്തി നമുക്ക് ഉണ്ടാവണം. അപ്പൊ അതിനെ ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. അത് 24-ാമത്തെ കാര്യമാണ്. ഒരുപാട് ഉദാഹരണങ്ങൾ നമുക്ക് ഇതിൽ കാണാൻ സാധിക്കും. ഒരുപാട് ഞാൻ വിശദീകരിക്കുന്നില്ല ആവശ്യം. ഉദാഹരണം പറയുകയാണെങ്കിൽ എനിക്ക് ഇനിയും ഒരുപാട് ഉദാഹരണങ്ങൾ കൊണ്ടുവരുവാനും പറയുവാനും സാധിക്കും. 25-ാമത്തെ വിഷയം അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ പ്രത്യേകതയാണ് ഞാൻ പറയുന്നത്. അവർ തൗഹീദിലേക്ക് പൂർണ്ണമായ രൂപത്തിൽ വിളിക്കുന്നവരായിരിക്കും. തൗഹീദ് അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ അടുക്കൽ 3 വിഭാഗമാണ്. തൗഹീദുൽ റുബൂബിയ്യ, തൗഹീദുൽ ഉലൂഹിയ്യ,
തൗഹീദുൽ അസ്മാഇ വസ്സിഫാത്ത്. അഹ്ലുസ് സുന്നത്ത് വൽ ജമാഅത്തിനെ നിങ്ങൾ പരിശോധിച്ചു കഴിഞ്ഞാൽ ഈ 3 ബാബിലും അവർ കൃത്യമായി പ്രാധാന്യം കൊടുക്കുന്നത് കാണാൻ സാധിക്കും. എല്ലാത്തിനും ഒരു പ്രാധാന്യം കൊടുക്കും. ഒന്നിനും പ്രാധാന്യം കുറച്ചുകൊണ്ട് അതിനെ മാറ്റി നിർത്തുന്നവരല്ല അഹ്ലുസ് സുന്നത്ത് വൽ ജമാഅത്ത്. ഇത് അഹ്ലുസ് സുന്നത്ത് വൽ ജമാഅത്തിന്റെ പ്രത്യേകതയാണ്. അഹ്ലുൽ ബിദ്അഹ് നോക്കിക്കഴിഞ്ഞാൽ ഈ തൗഹീദിന്റെ കാര്യത്തിൽ ചില വശങ്ങളെ വിട്ടുകളയുന്നവരായിരിക്കും. ഉദാഹരണത്തിന് നിങ്ങൾ നോക്കിക്കോളൂ, തബ്ലീഗ് ജമാഅത്ത്. തബ്ലീഗ് ജമാഅത്തിനെ സംബന്ധിച്ചിടത്തോളം അവർ പറയും, നിങ്ങൾ എന്തുകൊണ്ട് സമൂഹത്തിൽ നിലനിൽക്കുന്ന നിങ്ങൾ തന്നെ, നിങ്ങളുടെ പല നേതാക്കളും തന്നെ, നിങ്ങളിലുള്ള പല അണികളും നേതാക്കളും നിങ്ങളുടെ സാത്വികളും ഒക്കെ അംഗീകരിക്കുന്ന കാര്യമാണ് ഈ സമസ്തക്കാരും ഖുറാഫികളും ചെയ്യുന്നത് ശിർക്കാണ് എന്ന് പറയുന്നുണ്ട് നിങ്ങൾ പല ആൾക്കാർ. എന്തുകൊണ്ട് സമൂഹത്തിന് നിങ്ങൾ അതിന് തടയുന്നില്ല എന്ന് പറഞ്ഞു അവർ പറയും, വെളിച്ചം വന്നു കഴിഞ്ഞാൽ ഇരുട്ട് തനിയെ നീങ്ങിപ്പോകും, അതുകൊണ്ട് എന്ത് ചെയ്യണ്ട, നമ്മുടെ ഇരുട്ടിനെ നേക്കാൻ വേണ്ടി പ്രത്യേക പണി എടുക്കണ്ട എന്ന് വാത്തിലായ ഒരു കായിക ആരോ പറഞ്ഞത്. കിതാബിന്ന് സുന്നത്തിന്ന് റസൂലും സഹാബാക്കൾ എന്ന് പറഞ്ഞാൽ ഓരോ ഏതൊരു സാത്തി പറഞ്ഞതാണ്, അതൊരു മഹാൻ പറഞ്ഞു എന്ന് പറയും പോലെ. അങ്ങനെയാണ് റസൂൽ ദഅവത്ത് നടത്തിയത്? അല്ല. അവരെന്താ പറയുക? പ്രത്യേകിച്ച് ഒരു പറഞ്ഞാൽ ഈ ചില പള്ളിയിൽ പോയി അവർ പറയും, ഇവിടെ എന്ത് പറയണ്ട, ഇന്ന വിഷയങ്ങൾ പറയണ്ട, കാരണം അവിടെ അത് പറഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നമാവും. ഏത് കാര്യം തൗഹീദിനെ കുറിച്ചാണ് പറയുന്നത്. ഇസ്ലാമിന്റെ ഏറ്റവും അടിസ്ഥാന ഘടകമായ തൗഹീദിനെ കുറിച്ച് എന്താ പറയാ? ഇതിവിടെ പറയണ്ട, തൗഹീദ് ഇവിടെ പറഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നമാവും, ജനങ്ങൾക്കിടയിൽ കുഴപ്പമുണ്ടാവും. അങ്ങനെ റസൂൽ കരുതിയിരുന്നെങ്കിൽ ദീൻ ഇസ്ലാം പ്രചരിക്കുമായിരുന്നു. അതുകൊണ്ട് ഷെയ്ഖ് മുഹമ്മദ് റഹ്മത്തുള്ളാഹി തആല പറഞ്ഞത്, ഫ്രാൻസിന്റെ കാര്യം പറഞ്ഞപ്പോൾ ഫ്രാൻസിലെ ചില യഹൂദരോട് ഷെയ്ഖ് മുഹമ്മദ് റഹ്മത്തുള്ളാഹി ചോദിച്ച് അവിടുത്തെ കാര്യങ്ങളും സലഫികളുടെ നിലപാടൊക്കെ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, തബ്ലീഗുകൾ വന്നു കഴിഞ്ഞാൽ അവർ രാജ്യത്ത് പ്രവേശിപ്പിക്കും, ഒരു പ്രശ്നമില്ല. സലഫികൾക്ക് ദർസെടുക്കാനൊന്നും അനുവാദം കൊടുക്കൂല. തബ്ലീഗുകാർ വന്ന് എന്ത് ചെയ്യും? ഇരുകൈയിടും. പക്ഷെ ഷെയ്ഖ് മുഹമ്മദ് പറഞ്ഞു, മക്കയിൽ തബ്ലീഗുകാർ ചെന്നിരുന്നെങ്കിൽ അബൂജഹലും ഉത്തമത്തെ ഷേഖൊക്കെ ഇരു കൈകെട്ട് നീട്ടി സ്വീകരിച്ചു. കാരണം ഓർ ചെയ്യുന്ന ശിർക്കിനെ എതിർക്കൂല, ബാക്കി നമസ്കരിക്കണം, അതുപോലെ തന്നെ വിചരിക്കരുത് കാര്യങ്ങൾ പറയുള്ളൂ. അപ്പൊ അവർക്ക് പ്രശ്നമില്ല. റസൂലുള്ളാഹി പറഞ്ഞിട്ട്, നിങ്ങൾ നമ്മുടെ ഇലാഹിനെ ഒന്ന് കൈ കാണിച്ചാൽ മതി, വേറെ ഒന്നും ചെയ്യണ്ട, നമുക്കൊരു അഡ്ജസ്റ്റ്മെന്റ്, നിങ്ങൾക്ക് എല്ലാ സൗകര്യം നമുക്ക് ഇവിടെ ചെയ്തു തരാം. റസൂൽ കേട്ടോ, കേട്ടില്ല. തവാഫ് ചെയ്തപ്പോ നമ്മൾ ഇലാഹിനെ റസൂലുള്ളാഹി ബഹുമാനിക്കുന്നുണ്ട് എന്ന രൂപത്തിൽ എന്ത് ചെയ്യണം? ആ കൈ ഒന്ന് കാണിക്കണം. റസൂൽ സമ്മതിച്ചില്ല. അപ്പൊ നമുക്ക് കാണാൻ സാധിക്കും ഈ അഹ്ലുൽ ബിദ്അഹ് എന്ത് ചെയ്യുന്നുണ്ട്? ഈ തൗഹീദിന്റെ വിഷയത്തിൽ ഏതെങ്കിലും ഒരു ബാബിനെ ഉപേക്ഷിക്കുന്നവരായിരിക്കും. ഇനി നിങ്ങൾ നോക്കിയോ, ജമാഅത്തെ ഇസ്ലാം നാട്ടിലുള്ള ഒരു വലിയൊരു സംഘടനയാണ്. ഇവർ പറയും, നമ്മളിപ്പോ എന്താ പറയുക, തൗഹീദ് എത്ര വിഭാഗമാണ്? 3 വിഭാഗം. ഇവർ തൗഹീദ് 3 വിഭാഗമാണ്. തൗഹീദ് 4 വിഭാഗമാണ്. 4ാമത്തെ വിഭാഗം തൗഹീദുൽ ഹാക്കിമിയ്യത്താണ്. അതായത് ഹുക്ം അല്ലാഹുവിന് മാത്രമാണ്. നിയമങ്ങൾ സൃഷ്ടിക്കുവാനുള്ള അധികാരം അല്ലാഹുവാണ് ആര്? അൽ ഹാക്കിം. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് മാത്രമേ നിയമങ്ങൾ സൃഷ്ടിക്കാനുള്ള അധികാരമുള്ളൂ. അതുകൊണ്ട് തന്നെ ആരെങ്കിലും അള്ളാഹുവിന്റെ നിയമങ്ങളല്ലാത്ത നിയമങ്ങൾ സൃഷ്ടിക്കുകയാണെങ്കിൽ എന്താണ്? ശിർക്കും കുഫറുമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഹാക്കിമിയത്തിൽ ശിർക്ക് വെച്ചിരിക്കുകയാണ്. പിന്നെ കിടന്ന് അവർ പറഞ്ഞു തീർന്നില്ല, ഇതവർ പറഞ്ഞു. അതിനുശേഷം അവർ പറഞ്ഞു, തൗഹീദുൽ ഹാക്കിമിയത്താണ് തൗഹീദുൽ ഉലൂഹിയത്തിനേക്കാൾ പ്രാധാന്യമുള്ളത്. ആദ്യം എന്ത് ചെയ്യണം? ഒരു ഇസ്ലാമിക രാഷ്ട്രം സ്ഥാപിക്കുന്നതിന് വേണ്ടിയാണ് നാം മുൻഗണന എടുക്കേണ്ടത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യം ഇസ്ലാമിക രാഷ്ട്രം സ്ഥാപിക്കുകയാണ്, മദീനയിൽ സ്ഥാപിക്കുകയാണ് ചെയ്തത്. എന്നിട്ടാണ് എന്ത് ചെയ്ത്? തൗഹീദുൽ ഉലൂഹിയത്തുള്ള ദഅവത്ത് നടത്തിയത്. അതുകൊണ്ട് ഇസ്ലാമിക രാഷ്ട്രം സ്ഥാപിക്കാതെയുള്ള ദഅവത്ത് അത് കുറവുള്ള ദഅവത്താണ്. അതുകൊണ്ട് തന്നെ നാം എന്താണ് ഇസ്ലാമിക രാഷ്ട്രം സ്ഥാപിക്കുക. അപ്പൊ അതിനുവേണ്ടി അവർ പണിയെടുക്കാം. ഈ ജമാഅത്ത് ഇസ്ലാമിന്റെ ഈ ജമാഅത്ത് ഇസ്ലാമി കേരളത്തിലെ ജമാഅത്ത് ഇസ്ലാമി സംഘടനയെ കുറിച്ച് മാത്രമല്ല ഞാൻ പറയുന്നത്, ഈ ആശയം വഹിക്കുന്ന ലോകാടിസ്ഥാനത്തിലുള്ള അൽ ഇഖ്വാൻ മുസ്ലിമും അടക്കമുള്ള ഈ ആശയമുള്ള ആളുകൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 2 ചിന്താധാരകളായി തിരിയുന്നത് കാണാൻ സാധിക്കും. കേരളത്തിലെ ജമാഅത്ത് ഇസ്ലാമിയെ മാത്രം ഞാൻ ആക്കിയില്ല പറയുന്നത്, മൊത്തത്തിൽ ലോകാടിസ്ഥാനത്തിൽ ഇസ്ലാമിക രാഷ്ട്രം സ്ഥാപിക്കണമെന്ന് പറയുന്ന ആളുകൾ, അതായത് തൗഹീദുൽ ഉലൂഹിയത്തിനേക്കാൾ മുകളിൽ ഇസ്ലാമിക രാഷ്ട്രം സ്ഥാപിക്കണം എന്ന് പറയുന്ന ആളുകൾ 2 ചിന്താധാരകളായി തിരിയുന്നു. ഒരു ധാര പോകുന്നത് ISIS, അൽ ഖാഇദ തുടങ്ങിയ ഖവാരിജുകളുടെ ധാരയിൽ, അതായത് ആയുധത്തിൽ കൂടി ബലപ്രയോഗത്തിൽ കൂടി എന്ത് ചെയ്യുക? ഇസ്ലാമിക രാഷ്ട്രം സ്ഥാപിക്കുക. രണ്ടാമത്തെ ഈ ധാര പോകുന്നത് പൊളിറ്റിക്കലായിട്ട് എന്ത് ചെയ്യുക? രാഷ്ട്രീയപരമായ
തെരഞ്ഞെടുപ്പിൽ കൂടിയും ഇലക്ഷനിൽ കൂടിയും വലിയ വലിയ ഗവൺമെന്റ് സ്ഥാനങ്ങളിൽ കയറി പറ്റിയും എന്ത് ചെയ്യുക, ആ രൂപത്തിൽ ഇസ്ലാമിക രാഷ്ട്രം സ്ഥാപിക്കുക. ഈ രണ്ട് കൂട്ടരും പിഴച്ച ആളുകളാണ്. കേരളത്തിൽ ജമാഅത്ത് ഇസ്ലാമി ഈ ആശയത്തിന്റെ വക്താക്കളാണ്. അതായത് ബലപ്രയോഗത്തിലല്ല, അവർ എന്താണ് പൊളിറ്റിക്കൽ ആയിക്കൊണ്ട് എന്ത് ചെയ്യണം, ഇസ്ലാമിക രാഷ്ട്രം സ്ഥാപിക്കണം എന്ന ധാരയിൽ പോകുന്ന ആളുകളാണ്. അതുകൊണ്ട് തന്നെ അവര് ഇപ്പോ ഇലക്ഷന് മറ്റും നിൽക്കുന്നതൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ എന്തായാലും ഇവർ പറഞ്ഞത് തൗഹീദുൽ ഹാക്കിമിയത്ത് തൗഹീദുൽ ഉലൂഹിയത്തിനേക്കാൾ പ്രധാനപ്പെട്ടതാണ്. ഇവിടെ പ്രബോധകരൊക്കെ പ്രസംഗം കേട്ട് ഇവർ തൗഹീദ് ഷിർക്ക് എന്നൊക്കെ പറയുന്നതൊക്കെ നമ്മൾ വിചാരിക്കും ഈ ഖബറിൽ പോകുന്ന തൗഹീദ് ഷിർക്കിനെ കുറിച്ചും ഉലൂഹിയത്തിനെ തൗഹീദിനെ കുറിച്ചായിരിക്കും പറയുന്നതല്ല. എന്തായിരിക്കും പറയുന്നവര്? ഇവർ പറയുന്ന തൗഹീദും ഷിർക്കും എന്ന് പറയുന്നത് തൗഹീദുൽ ഹാക്കിമിയത്ത്, അതിൽ വരുന്ന ഭരണകർത്താക്കൾ അല്ലാഹു അല്ലാതെ വിധിക്കുന്നതിനെ കൊണ്ടുള്ള ഷിർക്കുമാണ്. ഇനി തൗഹീദ് ഉലൂഹിയത്തിനേക്കാൾ പ്രധാനമുള്ളതാണ് അത്. അതുകൊണ്ട് തന്നെ ഇവരുടെ ആദ്യത്തെ ലക്ഷ്യം തൗഹീദുൽ ഹാക്കിമിയത്തിലേക്ക് ജനങ്ങളെ വിളിക്കുക എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ എവിടെ പിഴച്ചു? അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അല്ലാഹുവിന്റെ ഖുർആൻ ആയത്തുകളിൽ റസൂലിന്റെ ഹദീസുകളിൽ നിന്ന് പിഴച്ചു പോയി. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ പറഞ്ഞത്? ഉമർതു അൻ ഉഖാതില നാസ ഹത്താ യശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ്. എന്തല്ല പറഞ്ഞത്? അല്ലാ ഹാക്കിമ ഇല്ലല്ലാഹ് എന്നല്ല. റസൂൽ അങ്ങനെ പറഞ്ഞിരുന്നെങ്കിൽ ഓക്കെ, നിങ്ങൾ പറഞ്ഞത് എന്താണ് ശരിയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ പറഞ്ഞു? ഉമർതു അൻ ഉഖാതില നാസ്, ജനങ്ങളോട് ഞാൻ യുദ്ധം ചെയ്യുവാൻ കൽപ്പിക്കപ്പെട്ടു. ഹത്താ യശ്ഹദു, അവർ സാക്ഷ്യം വഹിക്കുന്നതുവരെ. ഹത്താ യശ്ഹദു, അവർ എന്ത് സാക്ഷ്യം വഹിക്കുന്നവരെ? അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ ആരാധനയ്ക്കർഹൻ മറ്റാരും. തൗഹീദുൽ ഉലൂഹിയത്താണോ തൗഹീദുൽ ഹാക്കിമിയത്താണോ? തൗഹീദുൽ ഉലൂഹിയത്ത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ ഇസ്ലാമിക രാഷ്ട്രം സ്ഥാപിച്ചു. എപ്പോഴാണ് ഉണ്ടായത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ നിന്ന് ഇഖ്റാജ് നടത്തപ്പെട്ടപ്പോൾ, പുറത്താക്കപ്പെട്ടപ്പോൾ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ പറഞ്ഞത്? എന്റെ സമൂഹം എന്നെ ഈ നാട്ടിൽ നിന്ന് പുറത്താക്കിയില്ലായിരുന്നെങ്കിൽ ഞാൻ ഇവിടെ നിന്ന് പോകില്ലായിരുന്നു. മക്കയെ അത്രത്തോളം റസൂലിന് എന്തായിരുന്നു? ഇഷ്ടമായിരുന്നു. അഹബ്ബുൽ ബിഖാ, അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം അഹ്ലുസ് സുന്നത്തുൽ ജമാഅത്തിന്റെ വിശ്വാസപ്രകാരം മക്കയാണ്, മദീനയല്ല. റസൂലിന് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം മക്കയാണ്. റസൂലിന്റെ ജന്മസ്ഥലമാണ്, കഅബയുടെ ഉള്ള സ്ഥലമാണ്. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം, ഇസ്മായിൽ അലൈഹി ഇസ്ലാമിന്റെ കെട്ടിയ കഅബ ആദ്യത്തെ ബൈത്ത് ഉള്ള സ്ഥലം എന്താണ്? മക്കയാണ്. മക്കയാണ് ഏറ്റവും അഹ്ലുസ് സുന്നത്തുൽ ജമാഅത്തിന്റെ അടുത്ത് മദീനയേക്കാൾ ഫضലുള്ള സ്ഥലം. അശ്അരി ഖുറാഫികൾക്ക്, കേരളത്തിലെ അശ്അരി ഖുറാഫികൾ പറയുന്നത് മദീനയാണ് ഫضൽ കൂടിയെന്ന് അവർ പറയാം. പക്ഷെ അഹ്ലുസ് സുന്നത്തുൽ ജമാഅത്തിന്റെ അഖീദ എന്താണ്? മക്കയാണ് ഏറ്റവും ഫضലുള്ള സ്ഥലം. ശരി, അവിടെ ഇരിക്കട്ടെ. എന്തായാലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ പോയി നേരെ 13 വർഷം ഹിജ്റത്ത് നടത്തി, അല്ലെങ്കിൽ ദഅവത്ത് നടത്തുന്നതിന് പകരം 13 വർഷം റസൂൽ എവിടെ ദഅവത്ത് നടത്തിയത്? മക്കയിലാണ് ദഅവത്ത് നടത്തിയത്. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യം ഇസ്ലാമിക രാഷ്ട്രം സ്ഥാപിക്കണമായിരുന്നെങ്കിൽ എന്ത് ചെയ്യണമായിരുന്നു? ആദ്യം ഇവിടെ മക്കയിൽ നോക്കി നടന്നില്ല, അടുത്ത് എങ്ങോട്ട് പോകണം? അടുത്ത സ്ഥലത്ത് പോയി അവിടെ ഇസ്ലാമിക രാഷ്ട്രം സ്ഥാപിക്കണമായിരുന്നു. അല്ല ചെയ്ത് 13 വർഷം എന്താ ചെയ്തത്? റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ തൗഹീദുൽ ഉലൂഹിയത്തിലേക്ക് വിളിക്കുകയാണ് ചെയ്തത്. അപ്പൊ ഇസ്ലാമിക രാഷ്ട്രം സ്ഥാപിക്കാൻ ആദ്യം റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തത് എന്ന് പറയുന്നത് ബാത്തിലാണ്. എത്രത്തോളം അവർക്ക് എന്തുവരെ കടന്നു പറഞ്ഞു എന്നറിയാമോ? ഇബ്രാഹിം നബി അലൈഹി വസല്ലം തൗഹീദിന്റെ പ്രബോധനം പൂർത്തിയാക്കാത്ത ആളാണ്. കാരണം എന്ത് ചെയ്തില്ല? കുറവെന്നാണ്. കാരണം ഇസ്ലാമിക രാഷ്ട്രം സ്ഥാപിച്ചിട്ടില്ല ഇബ്രാഹിം അലൈഹി വസല്ലം. എവിടെ ഈ വാദപ്രകാരം പല അമ്പിയാക്കളും തൗഹീദിന്റെ ദഅവത്ത് പൂർത്തിയാക്കാത്ത ആൾക്കാരാണ്. കാരണം അവരാരും എന്ത് സ്ഥാപിച്ചിട്ടില്ല? ഇസ്ലാമിക രാഷ്ട്രം സ്ഥാപിച്ചിട്ടില്ല. മനസ്സിലായി ഞാൻ പറയുന്നത്? ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനെ കുറിച്ച് അല്ലാഹ് എന്താ പറഞ്ഞത്? വഇബ്രാഹിം അല്ലദി വഫ, വഇബ്രാഹിം അല്ലദി വഫ, പൂർത്തീകരിച്ചവനാണ് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. ഇത് ഖാല ലഹു റബ്ബുഹു അസ്ലിം ഖാല അസ്ലംതു ലിറബ്ബിൽ ആലമീൻ. കീഴൊതുങ്ങാൻ പറഞ്ഞപ്പോൾ ഞാനിതാ കീഴൊതുങ്ങിയിരിക്കുന്നു എന്ന് പറഞ്ഞ ആളാണ് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം. മുഅ്മിനീങ്ങളുടെ നേതാവാണ്, അബുൽ അംബിയ ആണ്. നിങ്ങൾക്ക് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൽ എന്തുണ്ട്? എന്താണ്? ഉത്തമമായ ഒരു ഉദാഹരണമുണ്ട് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ച ആളാണ്, ഖുർആനിൽ കൂടി പഠിപ്പിച്ച ആളാണ് ഇബ്രാഹിം നബി ഇസ്ലാം. ഇബ്രാഹിം നബി ഇസ്ലാം പറയുന്നത് എന്താണ്? ചില പറഞ്ഞ് ഇവരുടെ ചില ആളുകൾ എവിടം വരെ എത്തി? തൗഹീദിന്റെ രാഷ്ട്രം സ്ഥാപിച്ചില്ലെങ്കിൽ എന്താവൂല, അല്ലെങ്കിൽ ഇസ്ലാമിക രാഷ്ട്രം സ്ഥാപിച്ചില്ലെങ്കിൽ ദഅവത്ത് പൂർത്തിയാക്കൂല. അങ്ങനെയാണെങ്കിൽ എന്തായി? പല അമ്പിയാക്കളും ദഅവത്ത് പൂർത്തിയാക്കാത്തവരായി. കാരണം ആർക്കെങ്കിലും ഇസ്ലാമിക രാഷ്ട്രം സ്ഥാപിക്കാൻ പറ്റിയിട്ടില്ല. ചുരുക്കം ചില സുലൈമാൻ നബി അലൈഹി ഇസ്ലാം ഉള്ള ചില
എന്താണ്, ചില അമ്പിയാക്കൾക്ക് മാത്രമാണ് ഭരണാധികാരം കിട്ടിയത്. ബാക്കി എത്രയോ അമ്പിയാക്കൾ ഭരണാധികാരി അല്ലായിരുന്നു. ഇസ്ലാമിക രാഷ്ട്രവർക്കാർക്ക് സ്ഥാപിക്കും. ചില ആൾക്കാർ തുടക്കത്തിലേ മരണപ്പെട്ടു, ദഅവത്ത് പരാജയപ്പെട്ടു. അവർ അള്ളാഹു സുബ്ഹാനഹു വ തആല ഏൽപ്പിച്ച കാര്യം ചെയ്തിട്ടില്ല. അപ്പൊ എത്ര വലിയ അപകടം പിടിച്ച വാദമാണത്. അപ്പൊ എവരുടെ വാദം പേച്ച വാദമാണ്. തൗഹീദിന്റെ വിഷയത്തിൽ ഇവരെന്ത് ചെയ്യുന്നു? ഉലൂഹിയത്തിന് വിട്ട് എവിടെ പോയി? സഹീഹുൽ ഹാക്കിമിയത്ത് ഒരു പുതിയ കിസ്മ ഉണ്ടാക്കി അതിന്റെ പിറകെ പോയി. ഇനി എവരെ മുഖാബലത്ത് നടത്താൻ വേണ്ടി വന്നൊരു ഭാഗം ജമാഅത്ത് ഇസ്ലാമി എതിർത്തു. ആര്? കേരളത്തിലുള്ള മുജാഹിദ് എതിർത്തപ്പോൾ എന്താ ചെയ്തത്? തൗഹീദുൽ ഹാക്കിമിയത്ത് എന്നുള്ള വാദം തന്നെ ഫുള്ള് പേച്ച വാദമാണെന്നുള്ളൊരു നിലയിലേക്ക് അവർ എത്തി. എത്രത്തോളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അടുത്ത് ജമാഅത്ത് ഇസ്ലാമി അവരുടെ ഭരണഘടന തിരുത്തി. അപ്പോൾ കേരളത്തിലുള്ള മുജാഹിദ് സംഘങ്ങൾ എന്താ ചെയ്തത്? ഷെയ്ഖ് മുഹമ്മദ് കാരക്കൽ എന്ന് പറയുന്ന ജമാഅത്ത് നേതാവ് പണ്ട് ഈ ജനാധിപത്യം എന്ന് പറയുന്നത് ഇസ്ലാമിക സംസ്കാരമല്ല, ഷിർക്കാണ് എന്ന് പറയുന്ന ഒരു ഓഡിയോ ഖിയാമത്ത് ഷിർക്കാണെന്ന് പറയുന്നത്. നമ്മൾ ജനാധിപത്യത്തിനെ കുറിച്ച് എവിടെയൊക്കെ ഇസ്ലാമിക സംസ്കാരവുമായി വേറിട്ട് നിൽക്കുന്നു എന്ന് നമ്മൾ പറഞ്ഞു. ഇതിനെ എടുത്തിട്ട് സർവ്വസ്ഥലത്ത് ക്ലിപ്പാക്കിയിട്ട് അതിനെതിരെ സംസാരിച്ചു. കണ്ടില്ലേ, ഇവരുടെ തൗഹീദ് മാറ്റി, ഇവരുടെ ദീന് മാറ്റി. നമ്മൾ പണ്ടേ പറഞ്ഞില്ലേ, നമുക്കൊരു പ്രശ്നമില്ല. ഒരു ഇലക്ഷനിൽ നിൽക്കുന്നതും വോട്ടിടുന്നതും രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കുന്നതും നമുക്ക് പ്രശ്നമില്ല. അപ്പൊ ഇതിനെ ജമാഅത്ത് ഇസ്ലാമിയുടെ ദഅവത്തിനെ ഒരു മുഖാബലത്തെടുത്തപ്പോൾ ഇവർക്ക് പേച്ചു. യഥാർത്ഥത്തിൽ തൗഹീദുൽ ഹാക്കിമിയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സലഫി പണ്ഡിതന്മാർ അതിനെ എങ്ങനെയാണ് കണ്ടത്? സലഫി പണ്ഡിതന്മാർ അതിനെ കണ്ട കാര്യം നമുക്ക് നോക്കാം. ഇമാം ശിൻഖീതി റഹ്മത്തുള്ളാഹി തആല അദ്ദേഹത്തിന്റെ അദ്വാഉൽ ബയാനിൽ പറയുകയാണ്, വമാ ഖലഖ്തും ഫീഹി മിൻ ഷൈഇൻ ഫഹുക്മുഹു ഇലല്ലാഹ് ദാലികുമുല്ലാഹു റബ്ബി അലൈഹി തവക്കൽതു വഇലൈഹി ഉനീബ് എന്നുള്ള ആയത്തിൽ തഫ്സീർ ഇമാം ശിൻഖീതി റഹ്മത്തുള്ളാഹി തആല പറയുകയാണ്, മാ ദല്ലത്ത് അലൈഹി ഹാദിഹിൽ ആയത്തുൽ കരീമത്തു, ഈ ആയത്ത് അറിയിച്ചു തരുന്നത് എന്തെന്നാൽ മിൻ അന്നമാ ഇഖ്തലഫ ഫീഹി അന്നാസു, ജനങ്ങൾ അഭിപ്രായ വ്യത്യാസമായ കാര്യത്തിൽ മിനൽ അഹ്കാമി ഫഹുക്മുഹു ഇലല്ലാഹി വഹദഹു, ഇതിന്റെ ഹുക്മ് നമ്മൾ മടക്കേണ്ടത് എങ്ങോട്ടാണ്? അല്ലാഹുവിലേക്ക് മാത്രമാണ്. ഈ ഹുക്മ് മടക്കേണ്ടത് അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് മാത്രമാണ്. മറ്റുള്ള ആളുകളിലേക്കല്ല. അള്ളാന്റെ ഹുക്മിൽ ശിർക്ക് വെക്കൽ എന്താണ്? അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഇബാദത്തിൽ ശിർക്ക് വെക്കുന്നതിന് തുല്യമാണ്. ഖാല ഫീ ഹുക്മിഹി വലാ യുശ്രികു ഫീ ഹുക്മിഹി അഹദ, അല്ലാഹുവിന്റെ ഹുക്മിൽ നിങ്ങൾ എന്ത് ചെയ്യരുത്? ശിർക്ക് വെക്കരുത് എന്ന് പറഞ്ഞു. വഫീ ഖിറാഅത്തി ഇബ്നു ആമിർ മിന സബഅത്തി വലാ തുശ്രികു ഫീ ഹുക്മിഹി അഹദ, നിങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഹുക്മിൽ ശിർക്ക് വെക്കരുത്. ബിസീഗത്തിൻ നഹി വഖാല ഫിൽ ഇശ്റാകി ബിഹി ഫീ ഇബാദത്തി, അല്ലാഹു സുബ്ഹാനഹു വ തആല ഇബാദത്തിൽ ശിർക്ക് വെക്കുന്ന കാര്യത്തിൽ പറഞ്ഞു, ഫമൻ കാന യർജു ലിഖാ റബ്ബി ഫൽയഅമൽ അമലൻ സ്വാലിഹ വലാ യുശ്രികു ബിഇബാദത്തി റബ്ബി അഹദ. അപ്പോൾ ഒരേപോലെ ഇബാദത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉപയോഗിച്ചു. എന്ത് പറഞ്ഞു? വലാ യുശ്രികു ബിഇബാദത്തി റബ്ബി അഹദ. മറ്റേ കാര്യത്തിൽ എന്ത് പറഞ്ഞു? വലാ തുശ്രികു ഫീ ഹുക്മിഹി അബദ, വലാ തുശ്രികു വലാ യുശ്രികു ഫീ ഹുക്മിഹി അഹദ. മറ്റൊരു ആയത്ത് വലാ തുശ്രിക് ഫീ, ഒരു ഖിറാഅത്ത് സബയിൽ വലാ തുശ്രിക് ഫീ ഹുക്മിഹി അഹദ. അപ്പോൾ അല്ലാഹുവിന്റെ ഹുക്മിൽ ഫൽ അംറാനി സവാഉൻ. ആര് പറയുന്നു? ഇമാം ശിൻഖീതി രണ്ട് കാര്യം ഒരുപോലെയാണ്. എന്ത്? അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഇബാദത്തിൽ ശിർക്ക് വെക്കുക, അതുപോലെ തന്നെയാണ് എന്തും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഹുക്മിൽ ശിർക്ക് വെക്കുക എന്നാണ്. അതായത് അല്ലാഹു സുബ്ഹാനഹു വ തആല വിധിച്ച കാര്യങ്ങളുണ്ട്, ചില കാര്യങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല വിധി വെച്ചിട്ടുണ്ട്. ഏതുപോലെ? അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമം എന്താണ്? ഒരു മോഷ്ടാവ് മോഷ്ടിച്ചു കഴിഞ്ഞാൽ അവൻ തെളിവുകളോട് കൂടി പിടിക്കപ്പെട്ടു കഴിഞ്ഞാൽ ആ കൃത്യമായ ഒരു അളവിന് മുകളിലാണ് മോഷ്ടിച്ചതെങ്കിൽ അവന്റെ കൈ ഛേദിക്കണം, കരം ഛേദിക്കണം. അതുപോലെ തന്നെ വ്യഭിചാരിക്ക് ശിക്ഷ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ കൂടി ഇറക്കിയിട്ടുണ്ട്. അപ്പൊ ഈ ഖുർആനിൽ കൂടി അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഇറക്കിയ കാര്യങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വെച്ച നിയമം കൊണ്ടല്ലാതെ വിധിക്കാൻ പാടില്ല. അങ്ങനെ വിധിച്ചു കഴിഞ്ഞാൽ അത് ഹറാമാണ്, ശിർക്കിലേക്കും എത്തും. എങ്ങനെ ശിർക്കിലേക്ക് എത്തും? ഇഅ്തിഖാദ് ഉണ്ടാവുകയാണെങ്കിൽ. എന്ത് ഇഅ്തിഖാദ് ഉണ്ടാവുകയാണെങ്കിൽ? ഷെയ്ഖ് മുഹമ്മദ് അബ്ദുൽ വഹാബ് റഹിമഹുല്ലാഹു തആല നവാഖിദുൽ ഇസ്ലാം എന്ന് പറഞ്ഞ ചെറിയൊരു റിസാല എഴുതിയിട്ടുണ്ട്. മുഹമ്മദ് അബ്ദുൽ വഹാബ് റഹിമഹുല്ലാഹു തആല നവാഖിദുൽ ഇസ്ലാം എന്ന ചെറിയ റിസാല എഴുതിയിട്ടുണ്ട്. ഈ റിസാലയിൽ
10 കാര്യങ്ങൾ ഇസ്ലാമിനെ പൊളിച്ചു കളയുന്ന, ഒരു ഇസ്ലാമിൽ നിന്ന് പുറത്തായി കാഫറായി പോകുന്ന 10 കാര്യങ്ങൾ പറയുന്നുണ്ട്. അതില് അത് ആദ്യമൊക്കെ ഈ കബറാളികളെ വിളിച്ച് പ്രാർത്ഥിക്കുക, ഇടനാളം വെക്കുക, അതൊക്കെ പറഞ്ഞതിന് ശേഷം ഇമാം മുഹമ്മദ് അബ്ദുൽ വഹാബ് റഹ്മത്തുള്ളാഹി പറയുകയാണ്, മൻ യഅ്തഖദ, ആരാണോ വിശ്വസിക്കുന്നത്, അന്ന ഗൈറ ഹദീൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അക്മൽ മിൻ ഹദീഹി, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യ, ആ ചര്യയേക്കാൾ പൂർണ്ണമായി വേറെ ഏതെങ്കിലും ചര്യ ഉണ്ടെന്ന് വിശ്വസിച്ചാൽ, ഔ അന്ന ഹുക്മ ഗൈരിഹി, ഇല്ലേ റസൂലിന്റെ ഹുക്മിനേക്കാൾ അഹ്സനാണ്, നല്ലതാണ്, മിൻ ഹുക്മിഹി, മറ്റാരുടെയെങ്കിലും ഹുക്മ് എന്ന് ഒരാൾ കരുതി, റസൂലിന്റെ ഹുക്മിനേക്കാൾ നല്ലൊരു ഹുക്മ ഉണ്ട് എന്ന് കരുതിയാൽ, കല്ലദീന യുഫദ്ദിലൂന ഹുക്മ തവാഗീത്ത്, ഈ താഗൂത്തുകളുടെ ഹുക്മിനെ തഫ്ദീൽ ചെയ്യുന്നവരെ പോലെ, അലാ ഹുക്മിഹി ഫഹുവ കാഫിറുൻ, കാഫിറായി പോകും. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അല്ലാഹു സുബ്ഹാനഹു വ തആല വെച്ച റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവന്ന ഹുക്മുകളുണ്ട്. ഈ ഹുക്മുകളേക്കാൾ അഫ്ളലാണ് മറ്റൊരു ഹുക്മെന്ന് ഒരാൾ കരുതിയാൽ, ഉദാഹരണത്തിന് ഒരാൾ കരുതുകയാണ് കൈ വെട്ടുന്നതിന്റെ ഹുക്മ, ഉദാഹരണത്തിന് മോഷ്ടിക്കുമ്പോൾ കരം ഛേദിക്കുന്നതിന്റെ ഹുക്ം എന്താണ്, റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവന്ന ഹുക്മാണ്. അത് ഒരു കൃത്യമായ റുബ ദീനാറിന് മുകളിൽ മോഷ്ടിച്ച് തെളിവുകളോടുകൂടി പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, അവന്റെ കരം ഛേദിക്കണമെന്നുള്ളത്. ഇപ്പൊ ഒരാൾ പറയാണ് എന്ത് ഹുക്മാണ് അതിനേക്കാൾ നല്ലത്, ഒരു 10 വർഷം ജയിലിലിടുന്നതാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവന്റെ ഹുക്കം എന്താ, മോശം പുറത്തുപോയി. രണ്ടാമത്തെ സംഗതി, ഇല്ലെങ്കിൽ ഈ 2 ഹുക്കുമും കൊണ്ട് വിധിക്കൽ ജായിസ് ആണെന്ന് കരുതിയാലോ, പുറത്തുപോയി. ഇത് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹ്മത്തുള്ളാഹി തആല നവാഖിദുൽ ഇസ്ലാമിൽ ഏറ്റവും തൗഹീദിന്റെ ബാബിൽ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ വിദ്യാർത്ഥികൾ പഠിക്കുന്ന ഏറ്റവും ചെറിയ കിതാബാണ്. ഈ കാര്യത്തിൽ എന്ത് ചെയ്യാണ്, ഇന്ന് നാട്ടിലുള്ള പല സംഘടനക്കാരും പേടിച്ചിരിക്കുകയാണ്. ഈ കാര്യം ജനങ്ങളെ പഠിപ്പിക്കുന്നില്ല എന്ന് മാത്രമല്ല, അപ്പൊ അതുകൊണ്ട് തന്നെ എന്ത് വരും, ഉദാഹരണത്തിന് ഈ പല ഭരണകൂടങ്ങളിലും ഇസ്ലാമിക ഭരണകൂടമല്ലാത്ത ഭരണകൂടത്തിനെ സംബന്ധിച്ച്, ഇസ്ലാമിക നിയമങ്ങൾ വെക്കാത്ത ഭരണകൂടം, ഇസ്ലാമികേതര ഭരണകൂടങ്ങളെ സംബന്ധിച്ചിടത്തോളം ആ ഭരണകൂടത്തിലെ ആളുകൾ വിധിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും മുസ്ലിമീങ്ങളല്ല വിധിക്കുന്നെങ്കിൽ അവരെന്ത് കരുതും, ഇതാണ് നല്ലതെന്ന് കരുതിയിട്ടാണല്ലോ അവരത് വെക്കുന്നത്. മുസ്ലിമീങ്ങൾ അല്ലാത്ത ആളുകൾ വിധിക്കുമ്പോൾ അവർ എന്തായിട്ടാ കരുതുന്നത്, ഈ കാര്യം എന്താണ്, ഇതാണ് നല്ലത്. അവർ എന്തുകൊണ്ട് ഒരു രാജ്യത്ത്, ഇപ്പൊ അമേരിക്ക എന്നുള്ള രാജ്യത്ത് എന്തുകൊണ്ട് അവർ കരം ഛേദിക്കുന്നതിനെ മോഷ്ടിക്കുന്നവര്, കാരണം അത് ഒരു പ്രാകൃത നിയമമായിട്ടാണ് അവർ കാണുന്നത്. അവർ കാണുന്നത് എന്താണ്, ഒരു 5 വർഷം ജയിലിടുക അല്ലെങ്കിൽ ഫൈൻ കൊടുക്കുന്നതാണ് നല്ലതെന്ന് അവർ കാണുന്നത്. സ്വാഭാവികമായിട്ടും അങ്ങനെ അവർ കണ്ടുകൊണ്ടത് വിധിക്കുമ്പോൾ അതിന്റെ ഹുക്കം എന്താണ്, അവർ വിധിക്കുന്നതിന്റെ ഹുക്കുമിന്റെ വിധി എന്താണ്, അതവർ ചെയ്യുന്ന കുഫറാണ്. കാരണം അവരുടെ ഇഅ്തിഖാദിൽ നിന്നാണ് അവരത് വിധിക്കുന്നത്. ഒരു മുസ്ലിം ചെയ്യുമ്പോൾ അല്ല, ഞാൻ പറയുന്നത് മനസ്സിലായോ, ഒരു മുസ്ലിം അത് ചെയ്യുമ്പോൾ ഒരു പക്ഷെ എന്തൊക്കെ അവിടെ ഇഹ്തിമാൽ ഉണ്ടാവാം, അവൻ ചിലപ്പോൾ അങ്ങനെ കരുതുന്നില്ലായിരിക്കാം, അവൻ വിധിക്കുന്നത് മാത്രമേ ഉണ്ടായിരിക്കുന്നുള്ളൂ, ഒരു പക്ഷെ വിശ്വാസം അവനില്ലായിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ എന്തെങ്കിലും ഒരു മുസ്ലിമായ ഭരണാധികാരി അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിയല്ലാതെ വിധി കൊണ്ട് വിധിക്കുമ്പോൾ അവന്റെ മേൽ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, അവൻ കാഫിറാണെന്ന് ഓന്റെ വിശ്വാസം വെളിവാകുന്നവർ പറയാൻ പാടില്ല. അവനെ സംബന്ധിച്ചിടത്തോളം ഹറാമ് മാത്രമാണ്. എന്നാൽ ഒരു അവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ വിധിക്കുമ്പോൾ അവൻ എന്ത് എത്തിക്കാതോടെയാണ് വിധിക്കുന്നത്, ഈ നല്ലതാണ് എന്നുള്ള എത്തിക്കാതോടെയാണ്. അപ്പൊ ആ വിധിയും ആ നിയമ സംവിധാനവും എന്താണ്, യഥാർത്ഥത്തിൽ കുഫറാണ്. മനസ്സിലായോ? അപ്പൊ ആ നിയമ സംവിധാനത്തിൽ നിയമമുണ്ടാക്കുകയോ അതിൽ പങ്കെടുക്കുകയോ ചെയ്യുന്നത് എന്താണ്, ഇസ്ലാമികമായിട്ട് പാടില്ല എന്ന് പണ്ഡിതന്മാർ, കുഫറാണെന്ന് പണ്ഡിതന്മാർ വിധിച്ച സംഗതിയാണ്. മശായിഖ്മാർ ഒരുപാട് ഫത്വകൾ നമുക്ക് ഈ വിഷയത്തിൽ കിട്ടും. ഷെയ്ഖ് ബിൻ ബാസിന്റെ ആവട്ടെ, ഷെയ്ഖ് ഫൗസാന്റെ ആവട്ടെ, അഹ്ലുസുന്നത്ത് വൽ ജമാഅത്ത് സൗദി അറേബ്യയിൽ ഒരുപാട് പണ്ഡിതന്മാരുടെ ഫത്വ കിട്ടും. എന്നാൽ ഈ ആളുകൾ എന്താ ചെയ്യുന്നത്, ഇവർ ഹാക്കിമിയത്ത് എന്നുള്ള വാദം ജമാഅത്ത് ഇസ്ലാമി കൊണ്ടുവന്നപ്പോൾ അതിൽ എന്തുണ്ട്, അഹ്ലുസുന്നത്തിനോട് യോജിക്കുന്ന പല ഭാഗങ്ങളുമുണ്ട്. ആ ഭാഗങ്ങൾക്കെതിരെ കണ്ണടച്ചുകൊണ്ട് മൊത്തത്തിൽ എന്ത് ചെയ്തു, അതിനെ തള്ളിക്കളഞ്ഞു. എന്തിലേക്ക് എത്തി, ഇവരുടെ കൂട്ടത്തിലുള്ള ഇവരുടെ ദായിമാർക്ക് പോലും ഇത് കുഫറാണെന്നോ, ഇല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഹാക്കിമിയത്തിൽ ഇങ്ങനെ ഒരു ശിർക്ക് വരാൻ ഉള്ള ഭാഗങ്ങൾ ഇതിലുണ്ടെന്നോ എന്ന് എന്ത് ചെയ്യുന്നില്ല, അറിവില്ല. പല ആളുകൾക്കും ആ ഒരു വിവരവും അറിവും എത്തുന്നില്ല, കാരണം അവരത് പഠിപ്പിക്കുന്നില്ല. നമ്മുടെ ഒരു സഹോദരൻ തന്നെ ഇവരുടെ ഒരു ദായിയുമായി നേരിട്ട് സംസാരിച്ചപ്പോൾ, ഒരു ദായി ഉണ്ട്, അയാൾ കുറച്ചു പേരുള്ള ആളാണ്, കൂടെ വേറൊരു ചെറിയ ദായി ഉണ്ട്. അപ്പൊ സംസാരിക്കുകയാണ്. അപ്പൊ ഇദ്ദേഹം ചോദിച്ചത് കുഫറല്ലേന്ന് ചോദിച്ചു. വലിയ ദായി പറഞ്ഞ് ആ കുഫറാണ്. മറ്റേ ആള് ഞെട്ടുക, കുഫറോ, വലിയ മഹത്തായ സംഗതിയാണല്ലോ നമ്മൾ പറയുന്നത്.
കുഫറിനെയാണോ നമ്മളിപ്പോ മഹത്തായ സംഗതി എന്ന് പറയുന്നത്? അപ്പൊ അദ്ദേഹത്തിന് എന്താണ് ആ വിജ്ഞാനം ലഭിക്കുന്നില്ല. കാരണം ഇത് പഠിപ്പിക്കപ്പെടുന്നില്ല. ഇവർ എന്തുമാത്രം പഠിപ്പിക്കുന്നത്? ഇത് വലിയ മഹത്തായ സംഗതിയാണ്. അതിനുവേണ്ടി നമ്മൾ പോരാടണം, അതിനെ പ്രതിരോധിക്കണം. പക്ഷെ ഈ ഒരു ഏതൊക്കെ സാഹചര്യത്തിൽ അപ്പോൾ പ്രതിരോധിക്കേണ്ടി വരുമോ, പോരാടേണ്ടി വരുമോ എന്നുള്ള മസലയിലേക്കല്ല ഞാൻ ഇവിടെ ഇറങ്ങുന്നത്. പക്ഷെ അത് മഹത്തരമാണ് എന്ന് പഠിപ്പിക്കുകയും എന്നാൽ ഇതിന്റെ കുഫറിന്റെ വശങ്ങൾ ജനങ്ങൾക്ക് പഠിപ്പിക്കാതിരിക്കപ്പെടുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ അതാണ് ഞാൻ പറഞ്ഞത്, തൗഹീദിന്റെ തന്നെ ഒരു പ്രധാനപ്പെട്ട ചില ഭാഗങ്ങളിൽ തൗഹീദിന്റെ വാദികളാണ് എന്ന് നമ്മൾ പറയുന്ന ഈ മുജാഹിദ് സംഘടന എന്ത് ചെയ്തിട്ട് പിഴച്ചു പോയിരിക്കുക. എന്നാൽ അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിന്റെ ഏത് കുട്ടിക്കും ഇത് അറിയാം അവരുടെ കൂടിക്കഴിഞ്ഞാൽ. കാരണം അവരിത് പഠിപ്പിക്കുന്നുണ്ട്, അവരിത് കൃത്യമായി ജനങ്ങൾക്ക് എന്ത് ചെയ്യുന്നുണ്ട്, പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. ഇതിനെക്കുറിച്ച് ഒരുപാട് നമുക്ക് കാണുവാൻ സാധിക്കും. തൗഹീദുൽ ഹാക്കിമിയെ കുറിച്ച് ഷെയ്ഖ് ഇബ്നു ബാസ് റഹ്മത്തുള്ളാഹി തആലയോട് അല്ലെങ്കിൽ ഷെയ്ഖ് അബ്ദുൽ മുഹ്സിൻ അബ്ബാദുൽ ബദർ റഹ്മത്തുള്ളാഹി തആലയോട് ചോദിക്കുമ്പോൾ ഷെയ്ഖ് അബ്ദുൽ മുഹ്സിൻ അബ്ബാദുൽ ബദർ എന്താ മറുപടി പറയുന്നത്? തൗഹീദുൽ ഹാക്കിമിയത്തിനെ 4 ആയി ഖസ്മ ചെയ്യുന്നത് എന്താണ്? അത് എന്താണ്? ബാത്തിലാണ്. അത് ബാത്തിലായ കാര്യമാണ്. അങ്ങനെ 4ാമതായി ഖസ്മ ചെയ്യുന്ന അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിലെ മനഹജില്ല. എന്നാൽ തൗഹീദുൽ ഹാക്കിമിയ്യ ഒന്നുകിൽ റുബൂബിയ്യത്തിലോ അല്ലെങ്കിൽ ഉലൂഹിയ്യത്തിലോ പ്രവേശിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഒരു സംഗതി ഇല്ല എന്ന് അഹ്ലു സുന്നത്ത് വൽ ജമാഅത്ത് പറയുന്നില്ല. എന്നാൽ അങ്ങനെ തൗഹീദുൽ ഹാക്കിമിയ്യത്തുണ്ട്. അത് എന്തിൽ മാത്രമല്ല, രാഷ്ട്രത്തിൽ മാത്രമല്ല, സ്വന്തം നഫ്സിന്റെ കാര്യത്തിലുണ്ട്. ഇപ്പൊ നമ്മളൊരു മഅസിയത്ത് ചെയ്യുമ്പോൾ ഞാൻ കരുതുകയാണ് മദ്യപാനം ജായിസ് ആണെന്ന് കരുതി കഴിഞ്ഞാൽ എന്താണ് ഹുക്മന്റെ? മദ്യപാനം ഹറാമാണെന്ന് കരുതി ഞാൻ മദ്യം കുടിച്ചു കഴിഞ്ഞാൽ ഞാൻ ചെയ്തതൊരു ഹറാമാണ്. മദ്യപാനം നല്ലതാണെന്ന് ഞാൻ കരുതി കഴിഞ്ഞാൽ അത് ഹറാമല്ല, ഹലാലാണെന്ന് ഞാൻ വിശ്വസിച്ചു കഴിഞ്ഞാൽ എന്റെ ഹുക്മം എന്താണ്? കാഫിറാണ്. എന്റെ ഹുക്മം വേറെ ആരെങ്കിലും ചേർത്തി പറയും. സെയ്ദ് എന്ന് പറയുന്ന ഒരു വ്യക്തി, നമ്മളെ ചേർത്ത് ഒരു നല്ലൊരു ഇതല്ല, സെയ്ദ് എന്ന് പറയുന്ന ഒരു വ്യക്തി വിശ്വസിക്കുകയാണ് മദ്യപിക്കുമ്പോൾ മദ്യപാനം ഹലാലാണ്, അവന്റെ ഹുക്മം എന്താണ്? അവൻ കുഫറാണ്, അവൻ കാഫറായിപ്പോയി. അപ്പോൾ ഏത് കാര്യം നമ്മൾ ഇത് രണ്ട് ഭാഗം നമ്മൾ നമ്മൾ ഇഫ്രാത്തും തഫ്രീത്തും അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിന്റെ ഒരു വേറൊരു പ്രത്യേകത ഞാൻ നേരത്തെ പറഞ്ഞത് ഇവിടെയും ചേർത്ത് മനസ്സിലായി. ഇഫ്രാത്തും പാടില്ല, തഫ്രീത്തും പാടില്ല. ഖവാരിജികൾ എന്താ ചെയ്യുന്നത്? ഇസ്ലാമികമായ ഒരു ഭരണകൂടം ഇസ്ലാമികേതര ഒരു വിധി പുറപ്പെടുവിപ്പിക്കുമ്പോൾ തന്നെ അവരെന്താക്കണം? കാഫറാക്കാണ്. അവരെ കാഫറാണ്. അവരെ ഭരണകൂടത്തിൽ ജോലി ചെയ്യുന്ന എല്ലാവരും കാഫറാണ്. ആ ഭരണകൂടത്തിന് തൃപ്തിപ്പെട്ട് കഴിഞ്ഞാൽ ആ നാട്ടിലെ മുഴുവൻ ആളുകളും കാഫറാണ്. കാരണം കുഫറിന് തൃപ്തിപ്പെട്ടാൽ എന്താണ്? കുഫറാണ്. എന്നിട്ട് എന്ത് ചെയ്യും? ഇസ്ലാമിക രാജ്യങ്ങളിൽ ബോംബ് പൊട്ടിക്കുക, പള്ളിയിൽ ബോംബ് പൊട്ടിക്കുക, ആൾക്കാരെ കൊലപ്പെടുത്തുക. ഷെയ്ഖ് അബൂലാൽ പറഞ്ഞ പോലെ ഒരു മുസ്ലിങ്ങളെ കൊല്ലൂല, ആദ്യം തക്ഫീർ ചെയ്തിട്ട് കാഫിര്യങ്ങളെ അവർ കൊല്ലുന്നത്. മനസ്സിലായോ? ഓരോന്നാണ് മുസ്ലിങ്ങളെ കൊലപ്പെടുന്നില്ല, നമ്മൾ മുസ്ലിങ്ങളെ കൊലപ്പെടുന്നില്ലല്ലോ. നമ്മളെന്താ കാട്ടുന്നത്? നമ്മൾ ആദ്യം ഓരോ തക്ഫീർ ചെയ്തിട്ട് അപ്പൊ എന്താ ഓര് പറയുന്നത് വെച്ചാല് അങ്ങനെ വിധിച്ചു കഴിഞ്ഞാൽ ഇസ്ലാമികമായ ഒരു ഭരണാധികാരി ഇപ്പൊ കരം ഛേദിക്കുന്ന വിധിയിൽ ആ വിധി വിധിക്കാതെ മറ്റൊരു വിധി വിധിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്തു? അത് കുഫറാണ്. അപ്പൊ കുഫർ ചെയ്ത ഭരണാധികാരി എന്താണ്? കാഫറായി. ആ ഭരണാധികാരി തൃപ്തിപ്പെട്ട ആളുകൾ എന്തായി? കാഫറായി. അപ്പൊ ആ സമൂഹം മുഴുവൻ കാഫറായി. ഇത് നമ്മൾക്കില്ല. അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിന്റെ വിഷയം മുഹമ്മദ് അബ്ദുൽ വഹാബ് പറഞ്ഞിട്ടുണ്ട്, വിശ്വസിച്ചുകൊണ്ട് വിധിച്ചാലാണ്. വിശ്വസിക്കാത്തിടത്തോളം അവന് നമ്മൾ എന്തായിട്ട് നിർത്തോളൂ? മുസ്ലിമായിട്ട് തന്നെ പരിഗണിക്കും. ചെയ്തത് എന്താണ്? ഹറാമാണ്. ഏതുപോലെ ഒരുവൻ കള്ളു കുടിച്ചു കഴിഞ്ഞാൽ ആ കള്ളു കുടിക്കുന്നവൻ കള്ളുകൂടി ഹലാലാണെന്ന് പറഞ്ഞാൽ എന്താവും? കാഫറാണ്. അത് നമ്മുടെ വ്യക്തി ജീവിതത്തിലുണ്ട്, അയാളുടെ വ്യക്തി ജീവിതത്തിലുണ്ട്. അതുപോലെ തന്നെ രണ്ടാമത് ഇപ്പുറത്ത് നമ്മൾ പാടില്ല. ഏത്? ഇത് ഇഫ്രാത്തും പാടില്ല, തഫ്രീത്തും പാടില്ല. ഏതുപോലെ? ഇപ്പൊ ഒരു ഇസ്ലാമികേതര രാജ്യങ്ങൾ, ഇസ്ലാമിക രാജ്യങ്ങൾ അല്ലാത്ത അമേരിക്ക പോലൊരു രാജ്യം, ആ രാജ്യത്തിലെ ഭരണാധികാരിയും ഭരണകൂടവും ഈ ഭരണകൂടങ്ങൾ ഭരണ നിയമങ്ങൾ സംവിധാനങ്ങളൊക്കെ സംവിധാനിക്കുമ്പോഴും അത് നിയമങ്ങൾ നടപ്പിലാക്കുന്ന അവരുടെ വിശ്വാസം എന്താണ്? ഓരോ വിശ്വാസം അല്ലാഹു സുബ്ഹാനഹു വ തആല വിധി തന്നെയാണ് നല്ലത്, എന്നാലും നമ്മൾ ഇതുകൊണ്ട് വിധിക്കാന്നാണ് ഓരോ വിശ്വാസം. അല്ല. അപ്പൊ സ്വാഭാവികമായിട്ട് അവരുടെ ആ ഭരണ സംവിധാനവും ഭരണ നിയമങ്ങളും എന്താണ്? ഇസ്ലാമിക വിശ്വാസ പ്രകാരം കുഫറാണ്. അപ്പൊ ആ സംവിധാനങ്ങളിൽ നമ്മൾ എന്തിനു പങ്കെടുക്കുകയും അവിടെ നിയമങ്ങൾ നടപ്പിൽ വരുത്തുവാൻ വേണ്ടി അതിന്റെ കൂടെ നിൽക്കുകയും ചെയ്യുന്ന എന്താണ്? കുഫറായി വരും. അതുകൊണ്ടാണ് പണ്ഡിതന്മാർ പറയുന്നത് രാഷ്ട്രീയ പാർട്ടികൾ പ്രവർത്തിക്കുന്നതും ആ രാഷ്ട്രീയ പാർട്ടികൾ പ്രവർത്തിച്ചുകൊണ്ട് രാഷ്ട്രീയത്തിൽ വരുന്നത് എന്താണ്? ശരിയാവില്ല, ഹറാമാണ്, കുഫറിലേക്ക് എത്തിക്കും. അവരൊരാളുടെ എത്തിക്കാതെ കൊണ്ട് നോക്കിയിട്ട് ഏതുപോലെ ഇപ്പൊ ഒരു ഉദാഹരണം പറഞ്ഞുതരാം. ഇപ്പൊ നമ്മൾ കേരളത്തിലെ സാഹചര്യം എടുക്കാം. ഇപ്പൊ കേരളത്തിൽ ഇപ്പൊ ഒരു ഉദാഹരണം പറയാം. എ എന്നൊരു പാർട്ടി ഉണ്ട്. നമ്മൾ ആരും പാർട്ടി രാഷ്ട്രീയം ഇവിടെ പറയുന്നില്ല. നമ്മൾ എ എന്നൊരു പാർട്ടി,
ആ പാർട്ടി ഒരു മനുഷ്യൻ എന്ത് ചെയ്യാണ്, ഒരു മുസ്ലിമായ മനുഷ്യൻ ഇലക്ഷനിൽ നിൽക്കുകയാണ്. ഇലക്ഷനിൽ നിന്ന് ഓൻ ജയിച്ചു. ഈ രാഷ്ട്രീയ പാർട്ടി ഒരു മതേതര പാർട്ടിയാണ്, ഇല്ലെങ്കിൽ മതം ഇല്ലാത്തൊരു പാർട്ടിയാണ് കൂട്ടിക്കൊള്ളി. അപ്പൊ ഈ ഒരു രാഷ്ട്രീയ പാർട്ടി നിയമസഭയിൽ വരികയാണ്. നിയമസഭയിൽ വരുമ്പോൾ ഈ എന്നൊരു രാഷ്ട്രീയ പാർട്ടി പറയുകയാണ്, നാളെ മുതൽ മദ്യപാനം കേരളത്തിൽ ഹലാലാക്കും. അവർക്ക് അങ്ങനെ ഇസ്ലാമികമായ ഒരു ഇതൊന്നും അല്ലല്ലോ. അപ്പൊ എന്ത് ചെയ്യണം, ചിലപ്പോൾ നിയമസഭയിൽ വോട്ടെടുപ്പിടും. സ്വാഭാവികമായിട്ടും ഈ രാഷ്ട്രീയ പാർട്ടിയിൽ അങ്ങേയമായ ഇദ്ദേഹം എന്ത് ചെയ്യണം, ഈ മദ്യപാന വോട്ടെടുപ്പിൽ അതിനെ അനുവദിച്ചുകൊണ്ട് വോട്ട് ചെയ്യണം. കാരണം അവർ രാഷ്ട്രീയ പാർട്ടിയുടെ പൊതു നിയമമാണത്. അപ്പോ എന്താ യഥാർത്ഥത്തിൽ അവിടെ ചെയ്യുന്നത്, അവർ വലിയ ഹറാമ ചെയ്യുന്നത്. അവർ ചെയ്യുന്ന കുഫറിൽ ഓനെ നമ്മൾ തക്ഫിറയല്ല ചെയ്യുന്നത്, പക്ഷെ ഓൻ ചെയ്യുന്നത് എന്താണ്, വളരെ അവിടെ പിടിച്ചിട്ട് സംഗതിയാണ്. ആ കുഫറിലാണ് ഓൻ പങ്കെടുക്കുന്നത്. അതുകൊണ്ടാണ് സലഫി പണ്ഡിതന്മാർ എന്ത് ചെയ്ത്, അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ പണ്ഡിതന്മാർ രാഷ്ട്രീയ പാർട്ടികൾ പ്രവർത്തിക്കുന്നതും ഇതുപോലുള്ള ഭരണകൂടങ്ങളിൽ പങ്കെടുക്കുന്നതും വിലക്കിയതും ഹറാമാണെന്ന് പറഞ്ഞത്. കുഫറിലേക്ക് അവർ എത്തിക്കുകയും ഓന്റെ വിശ്വാസം അതായി പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ജാഹിലാണെങ്കിൽ ഓ അങ്ങനെ വിശ്വസിക്കുകയും ചെയ്യും. അങ്ങനെ ഇതൊന്നും പ്രശ്നമില്ല, ജായിസ് ആണെന്ന് വിശ്വസിക്കുകയും ചെയ്യും. അങ്ങനെ വിശ്വസിക്കണേ എന്തിലേക്ക് എത്തിക്കും, കുഫറിലേക്ക് എത്തിക്കും. ഇതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്ത് തൗഹീദിന്റെ എല്ലാ വശങ്ങളെയും കൃത്യമായി കൈകാര്യം ചെയ്ത് ജനങ്ങൾക്ക് പഠിപ്പിച്ച് അവർ കൃത്യമായി ബസീർ ഉണ്ടാക്കി കൊടുക്കുന്നത് പോലെ അഹ്ലുൽ ബിദ്അ ഉണ്ടാക്കി കൊടുക്കുന്നില്ല. അതിനവർക്ക് സാധിക്കുകയില്ല. ഇതവർ ചെയ്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ഈ ദറൂറത്ത് തുബീഹുൽ മഹ്ദൂറാത്ത് എന്ന് പറഞ്ഞിട്ട് ഏതുവരെ എത്തിച്ചു. രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കാമെന്ന് മാത്രമല്ല, അതിനെ സപ്പോർട്ട് ചെയ്യുകയല്ല, സ്ത്രീകൾക്ക് ഇലക്ഷനിൽ നിൽക്കാം എന്ന് വരെ എന്ത് ചെയ്തിട്ടുണ്ട്. സ്ത്രീകൾക്ക് എന്ത് ചെയ്യാം, ഇലക്ഷനിൽ നിൽക്കാം. രാഷ്ട്രീയ ഞാൻ ഇത് വായിച്ചൊരു സംഗതി, കേരളത്തിലെ പ്രധാനപ്പെട്ട മുജാഹിദിന്റെ നേതാവ് പറഞ്ഞൊരു സംഗതി വായിച്ചിരട്ടെ. 1998 നമ്മൾ എത്തി. ലോകം എത്രയോ മാറി. സ്ത്രീകൾ പഠിച്ചു, ഉന്നത ബിരുദങ്ങൾ കരസ്ഥമാക്കി. അധ്യാപികമാരും പ്രൊഫസർമാരും ഡോക്ടർമാരും വക്കീലന്മാരും എഞ്ചിനീയർമാരും അടങ്ങിയ ഉന്നത ബിരുദധാരണികൾ ഉണ്ടായി. മതരംഗത്തും അഫ്ദലുൽ ഉലമ പഠിച്ച ധാരാളം പണ്ഡിതർ രംഗത്ത് വന്നു. പ്രസംഗകരും സാമൂഹിക പ്രവർത്തകരും സമുദായത്തിൽ വളർന്നു. എന്തിനേറെ തങ്ങന്മാരും മുസ്ലിയാക്കളും അടങ്ങുന്ന, ഇത് കേട്ടോളണം, തങ്ങന്മാരും മുസ്ലിയാക്കളും അടങ്ങുന്ന മഹാഭൂരിപക്ഷം സുന്നികൾ അണിനിരന്ന മുസ്ലിം ലീഗിന്റെ രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ സ്ത്രീകൾ സജീവമായി. പുരുഷന്മാർ സജീവമാവുന്ന കാര്യമല്ല, സ്ത്രീകൾ സജീവമായി. ത്രിതല പഞ്ചായത്തുകളിൽ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് വിജയിച്ച്, അതായത് തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയ പാർട്ടിയുടെ എന്തായിട്ട് നിന്നു, കാൻഡിഡേറ്റ് ആയിട്ട് നിന്നു, മത്സരത്തിൽ പങ്കെടുത്തു, വിജയിച്ചു. എന്ത് ചെയ്തു, പ്രസിഡന്റുമാർ വരെ ആയിത്തീർന്നു. പഞ്ചായത്ത് പ്രസിഡന്റ് മറ്റൊക്കെ സ്ത്രീകളായി തീർന്നു. മുസ്ലിം കേരളത്തിന്റെ അഭിമാന ഭാജനമായ ശ്രീമതി ഖമറുന്നീസ അൻവർ കേരള സർക്കാരിന്റെ സാമൂഹിക ക്ഷേമ ബോർഡിന്റെ ചെയർപേഴ്സണായി ഭരണ നൈപുണ്യം തെളിയിച്ചു. ചെയർപേഴ്സണായിട്ട് ആര്, ഒരു സ്ത്രീ, ഖമറുന്നീസ അൻവർ എന്ത് ചെയ്തു, ഭരണ നൈപുണ്യം തെളിയിച്ചു. നൂറുകണക്കിന് ഇനി ഇലാഖരി ക്രമാനുഗതമായ ഈ വളർച്ചയിലും അഭിവൃദ്ധിയിലും എന്നിടയിൽ പറഞ്ഞു, നൂറുകണക്കിന് മസ്ജിദുകളിൽ സ്ത്രീകൾക്ക് പ്രാർത്ഥനയ്ക്കായി സൗകര്യം ഉണ്ടായി. അൽഹംദുലില്ലാഹ്, നല്ല കാര്യം തന്നെ. അതിന് മുമ്പ് പറഞ്ഞ കാര്യമാണ് നമ്മളിവിടെ ഷാഹിദ്. ക്രമാനുഗതമായി ഈ വളർച്ചയിലും അഭിവൃദ്ധിയിലും, ഏതാണ് അഭിവൃദ്ധി, അതായത് സ്ത്രീകൾ മുസ്ലിം രാഷ്ട്രീയ പാർട്ടി കാൻഡിഡേറ്റ് ആയിട്ട് നിന്ന് രാഷ്ട്രീയ പാർട്ടികളും നിയമസഭയിലും ഇതേപോലെ പഞ്ചായത്ത് പ്രസിഡന്റൊക്കെ ആയത് എന്താണ്, ഈ അഭിവൃദ്ധിയിലും സ്ത്രീ സമൂഹം എത്തപ്പെട്ടത് മഹത്തായ ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ ത്യാഗ സുരഭിലമായ പ്രവർത്തനം ഒന്നുകൊണ്ട് മാത്രമായിരുന്നു. അതായത് മുജാഹിദ് സംഘടന പ്രവർത്തനം കൊണ്ടാണ് സ്ത്രീകൾ എന്തായത്, ഇതേപോലെ പഞ്ചായത്ത് പ്രസിഡന്റ് ആയതും. അതായത് ഇവർ ഈ ഹാക്കിമിയത്തിന്റെ വിഷയത്തിലും, അതുപോലെ നമ്മൾ നേരത്തെ ഖവായിദു തുബീഹുൽ മഹ്ദൂറാത്ത്, ഇനിയിപ്പോ ഇത് ഹറാമാണെന്ന് കാണുന്നുണ്ടെങ്കിൽ തന്നെ പലപ്പോഴും ഈ സ്ത്രീ ഒരുപക്ഷെ അവിടെ ഇലക്ഷന് നിൽക്കുമ്പോൾ, അല്ലെങ്കിൽ മുജാഹിദ് പ്രസ്ഥാനമാണല്ലോ ഈ സ്ത്രീകളൊക്കെ ഇലക്ഷന് കൊണ്ടുവന്നെന്ന് പറയുന്നത്, അവരെന്ത് വിശ്വസിക്കുന്നില്ല, ഇത് ഹറാമാണെന്ന് വിശ്വസിക്കുന്നില്ല. എന്ത് വിശ്വസിക്കുന്നില്ല, ഇത് ഹറാമാണ്. ഇത് ഇപ്പൊ നമ്മൾ ഇസ്ലാമികമല്ലാത്ത ഒരു ഭരണകൂടത്തിന്റെ നിയമ സംവിധാനത്തിൽ നിയമങ്ങൾ ഉണ്ടാക്കുന്ന ഒരു സംവിധാനത്തിലേക്ക് നമ്മൾ ചേർന്ന് പ്രവർത്തിക്കുകയാണ്. അത് നമ്മൾ ഒരു മുസ്ലിം എന്ന നിലയിൽ ഇപ്പൊ മദ്യപാന ഹലാലാക്കൽ മുസ്ലിമിന് ജായിസ് അല്ലല്ലോ. ഞാൻ പറഞ്ഞു മനസ്സിലായി എന്തുകൊണ്ടാണ് ഇത് പാടില്ലാത്തതെന്ന്. കാരണം എന്ന് വെച്ചാൽ ഒരു നിയമ സംവിധാനത്തിൽ നിയമപരമായി കൊണ്ട് മദ്യപാന ഹലാലാക്കാം. അപ്പൊ ആ ഒരു സംവിധാനത്തിൽ, നിയമ സംവിധാനത്തിൽ, ആ തശ്രീഇയായ ആ ഒരു സംവിധാനത്തിൽ നമ്മൾ പങ്കെടുക്കാൻ പാടില്ല മുസ്ലിം. അതിന്റെ അർത്ഥം ഇസ്ലാമികേതര ഭരണകൂടങ്ങളിൽ ഒരുവന് ജോലി ചെയ്യാൻ പാടില്ലെന്നല്ല ഞാൻ പറയുന്നത്. മറിച്ച് നിയമം നിർമ്മിക്കുന്ന സംവിധാനമുണ്ട്, അതാണ് പാർലമെന്റ്. അവിടെ ആ നിയമനിർമ്മാണ സഭയിൽ നിയമനിർമ്മാണത്തിന് വേണ്ടി വോട്ടെടുക്കാനോ ഇസ്ലാമികമായി ഹറാമായ കാര്യത്തിൽ വോട്ടെടുക്കാനോ പങ്കെടുക്കാനോ ചെയ്യാൻ മുസ്ലിമിന് പാടില്ല. ഒരു രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകർ രാഷ്ട്രീയത്തിന്റെ പൊതുവായ അവരുടെ അജണ്ടയ്ക്ക് അവൻ നിൽക്കേണ്ടി വരും, അവൻ കൂടെ നിൽക്കേണ്ടി വരും, അവിടെ വോട്ടെടുപ്പിൽ പങ്കെടുക്കേണ്ടി വരും. അപ്പൊ ഇസ്ലാമികപരമായ അല്ലാത്ത നിയമങ്ങളിൽ അവൻ എന്ത് ചെയ്യണം,
അവന്റെ വോട്ട് രേഖപ്പെടുത്തുകയാണ്, അതിനെ ഹറാമാക്കിക്കൊണ്ട് അല്ലെങ്കിൽ ഹലാലാക്കിക്കൊണ്ടോ, ഇസ്ലാം ഹറാമാക്കിയ കാര്യം ഹലാലാക്കിക്കൊണ്ടോ, ഹലാലാക്കിയ കാര്യം ഹറാമാക്കിക്കൊണ്ടോ എന്ത് ചെയ്യാണ്, വോട്ടെടുക്കുക. അത് വളരെ വലിയ അപകടമാണ്, കുഫറിലേക്ക് ഒരു മനുഷ്യനെ എത്തിക്കാം. ഇവൻ ചിലപ്പോൾ ജാലത്തോണ്ട് ഇതൊന്ന് കുഫറാണ് അല്ലെ ഇത് ഹറാമാണ് എന്ന് പോലും ചിലപ്പോൾ അറിവ് കാണുന്നത് പഠിപ്പിച്ചു കൊടുത്താലേ അറിയാൻ കഴിയുള്ളൂ. അങ്ങനെയുള്ള വിദ്യാഭ്യാസം അവർക്ക് കിട്ടുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് തൗഹീദിന്റെ വിഷയത്തിൽ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്ത് അവരുടെ വിദ്യാർത്ഥികൾക്കും അവർ ജനങ്ങളെ ബോധവൽക്കരിക്കുന്നത് പോലെ അവർ അവബോധം നൽകുന്നവരെ തൗഹീദിന്റെ വശങ്ങൾ, മുഴുവൻ വശങ്ങളും ഒരുപോലെ പഠിപ്പിക്കുന്ന ആളുകൾ കേരളത്തിൽ ഇല്ല. അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ ആളുകളല്ല. ഞാൻ വെറുതെ പറയുന്നതല്ല. ഞാൻ നേരത്തെ പറഞ്ഞത് സാധാരണക്കാരല്ല, ദായിമാർക്ക് പോലും ഇതെന്താണ്, ഇത് ഒരു മനുഷ്യനെ കുഫറിലേക്ക് വരെ എത്തിക്കാവുന്ന അപകടം പിടിച്ച സംഗതിയാണ് എന്നുള്ള വിജ്ഞാനം കിട്ടുന്നില്ല. എന്താ ഇവർ ചെയ്ത്? ജമാഅത്തെ ഇസ്ലാമി എന്ത് പറഞ്ഞു? ജനാധിപത്യ ഭരണകൂടങ്ങളും അതിൽ തെരഞ്ഞെടുപ്പിൽ പങ്കെടുക്കുന്നതും അതിന്റെ സംവിധാനങ്ങളിൽ പങ്കെടുക്കുന്നതുമെല്ലാം എന്താണ്? കുഫറും ശിർക്കുമാണ്, ഖിയാമത്ത് നാൾ വരെ ശിർക്കാണെന്ന് പറഞ്ഞു. അപ്പൊ എതിർത്തവരെന്ത് പറഞ്ഞു? പൂർണ്ണമായി അതിനെ എതിർത്തു. അപ്പോ അവരിലുള്ള സാധാരണക്കാർക്ക് ഇതിൽ അജ്ഞരായിപ്പോയി. ഇത് വളരെ അപകടമാണ്. ഇത് നമ്മൾ നിസ്സാരമായി കാണേണ്ട സംഗതിയല്ല. തൗഹീദിൽ പ്രധാനപ്പെട്ട ഒരു ബാബാണിത്. ഷെയ്ഖ് അബ്ദുൽ മുഹ്സിൻ അബ്ബാദ് അടക്കമുള്ള സലഫി പണ്ഡിതന്മാരെല്ലാം നിസ്സാരമായി കാണുന്ന സംഗതിയല്ല. ഷെയ്ഖ് മൂപ്പിലൊക്കെ ഇതിനെക്കുറിച്ച് ധാരാളം സംസാരിച്ചു. ഞാൻ ഇതിനു മുമ്പ് മഞ്ചേരിയിൽ നമ്മളെ മർക്കസിൽ ഷബീബ് ശിരായി കൊടുത്ത മറുപടിയിൽ ഇതിനെക്കുറിച്ച് കൂടുതൽ വിശദീകരിച്ച് സംസാരിക്കുന്നു. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് 25ാമത്തെ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ വ്യതിരക്തത. തൗഹീദ് പൂർണ്ണമായ രൂപത്തിൽ എല്ലാ വശങ്ങളിൽ കൂടി എന്ത് ചെയ്യുന്നുണ്ട്? പഠിപ്പിക്കുക. എന്താ സംഭവം എന്ന് അറിയുന്നത്? ഇവിടെ അപകടം പറ്റുന്ന എവിടെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ചെറിയ അപകടമല്ല പറ്റില്ല. ഒരു ഖാരിജി ഈ വിവരമില്ലാത്ത ഇസ്ലാമിനെ സ്നേഹിക്കുന്ന ഒരു വിസ്തംകാരനോട് മുനാദറ നടത്തുമ്പോൾ ഈ വിസ്തംകാരൻ എന്താ ദായിമാര് പഠിപ്പിച്ചു കൊടുത്തിരിക്കുന്നത്? ഇതൊക്കെ ജായിസാണെന്ന്. ഈ ഖാരിജി എന്ത് ചെയ്യും? കിതാബിൽ നിന്ന് സുന്നത്തും കൊണ്ടുവന്ന് ഇത് ഹറാമാണെന്ന് സ്ഥാപിച്ചു കൊടുക്കും, ഇത് ശിർക്കും കുഫറാണെന്ന് സ്ഥാപിച്ച് യവനെ നേരെ എങ്ങോട്ട് കൊണ്ടുപോകും? ഖവാരിജത്തിലേക്ക് കൊണ്ടുപോകും. എന്നാൽ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ ഒരു ഖാരിജി തർക്കിക്കുമെന്ന് അവൻ പറയും ഇത് ശിർക്കും കുഫറാണെന്ന് നമുക്കറിയാം. എപ്പോഴത് ശിർക്കും കുഫറാണോ ആവുമെന്നും നമുക്കറിയാം. എപ്പോഴാണ് ഒരാൾ ഇത് ചെയ്താൽ കാഫർ ആവുന്നതെന്നും നമുക്കറിയാം. അതുകൊണ്ട് നിന്റെ എന്ത് ചെയ്യണ്ട, പഠിപ്പിച്ച് വേണ്ടെന്ന് അഹ്ലുസുന്നയ്ക്ക് പറയാൻ സാധിക്കും. പക്ഷെ വിസ്തംഗാന് പറയാൻ സാധിക്കും. കാരണം അതിനുള്ള നോളജ് അവനില്ല. ഈ വിഷയം ബന്ധപ്പെട്ട് അജ്ഞതയിലാണ് പൂർണ്ണമായി നിൽക്കുന്നത്. ഫത്വകൾ കൊണ്ടുവരുമ്പോൾ അല്ലെങ്കിൽ പണ്ഡിതന്മാരുടെ കലാമുകൾ കൊണ്ടുവരുമ്പോൾ അല്ലെങ്കിൽ പല കലാമുകൾ ഒരു ചിത്രക്കാരൊന്നും അല്ല ഖവാരിജികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. കേരളത്തിലെ ആളുകൾ ജാഹിലീങ്ങളായിരിക്കും ഉണ്ടെങ്കിൽ, അല്ലാഹു ഉണ്ടോ നമുക്കറിയില്ല. പക്ഷെ പല രാജ്യത്തും ഒരു ചിത്രക്കാരല്ല. പല രാജ്യത്തും ഇൽമിൽ നല്ല പഠിക്കുന്ന, ഉസൂലിന് പ്രാധാന്യം കൊടുക്കുന്ന ആളുകൾ ഖവാരിജികളുടെ കൂട്ടത്തിലുണ്ട്, പഠിക്കുന്ന ആളുകൾ. ചില രാജ്യങ്ങൾ കൃത്യമായിട്ട് എനിക്ക് ഓർമ്മ വരുന്നില്ല, നമ്മൾ ഒരു ശൈഖ് നമുക്ക് പറഞ്ഞു. ചില രാജ്യങ്ങൾ അവരെന്ത് ചെയ്യുന്നുണ്ട്? ശക്തമായ സ്വാധീനം. ഭരണകൂടത്തിൽ നിന്ന് അവർ മുഖവിലക്ക് എടുക്കുന്നേ ഇല്ല. പബ്ലിക്കായിട്ട് അവരുടെ മൻഹജ് എന്ത് ചെയ്യുന്നുണ്ട്? അവർ പ്രഖ്യാപിക്കുന്നുണ്ട്. പ്രത്യേകിച്ചും ആഫ്രിക്കൻ ചില കൺട്രികൾ ഭരണകൂടം ദുർബലമായ ചില രാജ്യങ്ങളിലൊക്കെ, ഞാൻ പറഞ്ഞു കെനിയ പോലുള്ള രാജ്യങ്ങൾ എന്താണ്, ഖവാരിജികൾ ആരെയും സംവാദത്തിന് വെല്ലുവിളിക്കും. അങ്ങനെയുള്ള ഒരു പക്ഷേ അവർ കൊടുക്കും. അവർക്ക് ഉത്തരം കൊടുക്കാനൊന്നും കഴിയില്ല. കാരണം കൃത്യമായിട്ട് ഇതിൽ എന്തൊക്കെയാണ് കുഫർ, എവിടെയൊക്കെ കുഫർ വരിക, അങ്ങനെ കുഫർ വന്നു കഴിഞ്ഞാൽ എപ്പോഴാണ് തക്ഫീർ ചെയ്യപ്പെടുക, ഈ ഒരു നോളജ് പഠിപ്പിക്കപ്പെടുന്നില്ല. ആരാ പഠിപ്പിക്കപ്പെടുന്നത്? നിങ്ങൾ ചില പുസ്തകത്തിൽ പ്രവർത്തിച്ച ആളുകളായിരിക്കും. നിങ്ങൾ ഉലൂഹിയത്തിനെ കുറിച്ച് നിങ്ങൾ കൃത്യമായി പഠിപ്പിച്ചെന്നാണ്. തൗഹീദ്, ഹാക്കിമിയത്ത്, ഈ വിഷയത്തെ കുറിച്ച് എത്രത്തോളം നിങ്ങൾക്ക് അതിന്റെ ബേസിക് ഉള്ള നോളജ് നിങ്ങൾക്ക് അവിടെ നിന്ന് വിജ്ഞാനം കിട്ടിയിട്ടുണ്ട്. ഖവാരിജികൾ ടെററിസ്റ്റ് ആണ് എന്നൊക്കെ പറയും. പക്ഷെ എന്താണ് അവിടുത്തെ അടിസ്ഥാനമായിട്ടുള്ള പ്രശ്നം, അതിനെ എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നവർക്ക് പഠിപ്പിക്കാൻ കഴിയില്ല. കാരണം ജമാഅത്ത് ഇസ്ലാമി നേതൃത്വത്തിൽ ഇവർ നേരെ ഓപ്പോസിറ്റ് നിലപാടെടുത്തവരാണ്. എല്ലാവരും അല്ല കേട്ടോ. ഇവരുടെ ഇപ്പോഴുള്ള സംഘടനകളുടെ പൊതു അജണ്ട അതാണ്. മുൻകാലക്കാരെ എല്ലാ പണ്ഡിതന്മാരും അങ്ങനെ പറഞ്ഞവരാണ് മനസ്സിലാക്കുന്നത്. ചില ആൾക്കാരൊക്കെ അതിനെ എതിർത്തപ്പോൾ സൂക്ഷ്മത പുലർത്തിയ ആളുകളുമുണ്ട്. എന്നാൽ ഒരു സംഘടന എന്ന നിലയിൽ ഇക്കാലഘട്ടത്തിൽ അവരത് പഠിപ്പിക്കുന്നില്ല. അതിൽ മറ്റേ പിഴവിലാണ് അവരുള്ളത്. എന്നുവെച്ചാൽ പൂർണ്ണമായി 100 പറിച്ചിട്ടാലും തൗഹീദുൽ ഹാക്കിമിയത്ത് എല്ലാ വിഷയത്തിലും പിഴവിലാണെന്നല്ല, പക്ഷെ അതിന്റെ ചില പ്രധാനപ്പെട്ട ഭാഗങ്ങളിൽ ഒരു പിഴവിലാണുള്ളത്. അതുകൊണ്ടാണ് എന്ത് പറ്റിയത്? ഒരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കാൻ അവർക്ക് എന്താണ് പ്രശ്നമില്ല. അപ്പൊ മുജാഹിദ് സംഘടനയിലുള്ള ആളുകൾ, മുജാഹിദ് സംഘടനയ്ക്ക് ഒരു ആദർശം ഉണ്ടാവും. അതുപോലെ തന്നെ മുജാഹിദ് സംഘടനയിലുള്ള ആൾക്കാർ ചിലപ്പോൾ കമ്മ്യൂണിസ്റ്റ് കോൺഗ്രസിൽ പ്രവർത്തിക്കുന്നവരുണ്ടാവും, ചിലപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ അല്ലെങ്കിൽ മുസ്ലിം ലീഗിൽ പ്രവർത്തിക്കുന്നവരുണ്ടാവും. അത് അവർ തന്നെ പറയുമല്ലോ.
എന്താണ് നമ്മളെ സംഘടനയിൽ പല പാർട്ടിക്കാരും പല പാർട്ടി രാഷ്ട്രീയ ആദർശം വെച്ച് പുറത്തുനിന്നുണ്ടാവും. ആരും എൻ്റെ അടുത്ത് പറയുന്നുണ്ട്, മുജാഹിദ് നമ്മളെ കുറച്ച് സുഹൃത്തുക്കള് അദ്ദേഹത്തിന്റെ ഇതിലുള്ള വാട്സാപ്പിലുള്ള റമദാൻ മാസത്തിന് ഫുൾ എന്തായിരുന്നു, റമദാൻ മാസത്തിൽ ഫുള്ള് ഖുർആനായത്തും മറ്റൊക്കെ ആയിരുന്നു. റമദാൻ കഴിഞ്ഞപ്പോൾ പിന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കൊടി ഓരോരുത്തർ പുസ്തകം അല്ലെങ്കിൽ മറ്റേ ഓരോ രാഷ്ട്രീയ പാർട്ടിയിൽ എന്താണ് പിന്നെ കൊടികളും അതിന്റെ തവജ്ജുഹും. അപ്പൊ അതൊന്നും എന്തല്ല, അത് ഇവർ കൃത്യമായിട്ട് അവരുടെ അണികൾക്ക് ഇതിനെക്കുറിച്ചുള്ള എന്താണ് വിദ്യാഭ്യാസം കിട്ടുന്നില്ല. അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. സാധാരണക്കാർ മുസ്ലിമീങ്ങൾ അവർ സമൂഹം നാടോടുമ്പോൾ നടുവ് അവരതിന്റെ കൂടെ ഒഴുകിനപ്പോൾ ഒഴുകുന്ന ആളുകളാണ്. പക്ഷെ അവരെ പിടിച്ചു നിർത്തി എവിടെയൊക്കെയാണ് നമുക്ക് ചെയ്യാൻ പാടുള്ളൂ, എവിടെയൊക്കെ ചെയ്യാൻ പാടില്ല എന്നുള്ള കൃത്യമായ ഒരു എന്താണ് ഒരു ദിറാസത്ത്, ഒരു വിദ്യാഭ്യാസം അധ്യാപനം അവർക്ക് കിട്ടുന്നില്ല. ഇപ്പൊ അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിന്റെ പ്രത്യേകത എന്താണ്, ഇക്കാര്യം കൂടി നമ്മൾ ചേർത്ത് മനസ്സിലാക്കുക. തൗഹീദിന്റെ വിഷയത്തിൽ എല്ലാ ബാബും അവർ പഠിപ്പിക്കും. അസ്മാ സിഫാത്തിന്റെ ബാബ് അത് ഞാൻ പറയുന്നില്ല. അസ്മാ സിഫാത്തിലെ ചില പ്രധാനപ്പെട്ട തൗഹീദിന്റെ വക്താക്കൾ തന്നെ തൗഹീദിനെ ക്ലാസിഫൈ ചെയ്തപ്പോൾ തരംതിരിച്ചപ്പോൾ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്ത് തൗഹീദ് റുബൂബിയ്യത്ത്, തൗഹീദ് ഉലൂഹിയ്യത്ത്. തൗഹീദ് അസ്മാ സിഫാത്തിന് വേണ്ടിയിട്ടില്ല. ആരാണ് എന്താണെന്ന് പറയുന്നില്ല, രണ്ടുപേരും ഫായിദയില്ല. അപ്പൊ എന്തായാലും ഇത് അഹ്ലു സുന്നത്ത് വൽ ജമാഅത്ത് 25ാമത്തെ വിഷയമാണ്. അപ്പോൾ നമ്മൾ സത്യം ശരിക്ക് എന്താണ് ആഗ്രഹിക്കുന്ന, ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്ന ആളുകൾ, അവർക്ക് ഇതിൽ 25 കാര്യത്തിൽ ഒറ്റ കാര്യം മതി, ഒരു കാര്യം മതി സത്യത്തിന്റെ ആളുകളെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ പറഞ്ഞ വലാഹ് പറയാന്റെ കാര്യമൊക്കെ കൃത്യമായി അവരുടെ കൂടെ ഇരിക്കുന്നവർക്ക് ദോഹിറായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന സംഗതികളാണ്. തൗഹീദുൽ ആത്മീയത്തിന്റെ ഈ വിഷയത്തിലാവട്ടെ പല കാര്യത്തിലും. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ സത്യം മനസ്സിലാക്കുക. സത്യത്തിനെ നമ്മൾ എത്ര മൂടിയൊക്കെ ശ്രമിച്ചാൽ അത് മറകട്ടി പുറത്തു വരും. ചില ആളുകളൊക്കെ വിചാരം നമ്മൾ ഇന്നലെയുള്ള മഴയത്ത് കുരുത്ത ചില ആളുകളാണ്, കുറച്ചു ദിവസം കഴിയുമ്പോൾ നിങ്ങൾക്ക് ആളുകളൊക്കെ മനസ്സിലാക്കുന്നതാണ്. അവരുടെ വിചാരം ഈ ദഅവത്ത് ഇന്നലത്തെ മഴയിൽ പൊട്ടി മുളച്ചല്ല. ഇത് റസൂലിന്റെ ദഅവത്തിന് സാഹചര്യം ലോകം മുഴുവൻ ഈ ദഅവത്ത് ഉണ്ട്. ഹബശയിലില്ലേ, അമേരിക്കയിലില്ലേ, ബ്രിട്ടനിലില്ലേ, ഞങ്ങളുടെ നമ്മുടെ സഹോദരങ്ങളും സഹപാഠികളും അവിടെ മറാക്കിസുകൾ പഠിപ്പിക്കുന്നു. അമേരിക്കയിൽ അവരുടെ മറാക്കിസുകൾ പഠിപ്പിക്കുന്നു, ഹബശയിൽ പഠിപ്പിക്കുന്നു, സൊമാലിയയിൽ പഠിപ്പിക്കുന്നു, ടാൻസാനിയയിൽ പഠിപ്പിക്കുന്നു, യൂറോപ്യൻ കൺട്രീസുകളിൽ പഠിപ്പിക്കുന്നു. അതുപോലെ തന്നെ ഇസ്ലാമിക ജസീറത്തുൽ അറബിൽ അവർ പഠിപ്പിക്കുന്നു, യമനിൽ അവർ പഠിപ്പിക്കുന്നു, ഇന്ത്യയിൽ അവർ പഠിപ്പിക്കുന്നു. എവർ ഈ പൊട്ടക്കിണറ്റിലെ തവളകളെ പോലെ ഓരോ വിചാരം പിന്നെ പേരെങ്ങനെയാണല്ലോ പുസ്തകം ഇന്റർനാഷണൽ ഗ്ലോബൽ നല്ല പേര്. അപ്പൊ ഓരോ വിചാരം നമ്മൾ കേരളത്തിലുള്ള കുറച്ച് ആൾക്കാരാണ്. നല്ല ഇത് അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിന്റെ ദഅവത്ത് ലോകം മുഴുവൻ നടന്നുകൊണ്ടിരിക്കുന്ന ദഅവത്താണ്. ലോകം മുഴുവൻ അവർക്ക് മറാക്കിസുകളുണ്ട്. ലോകം മുഴുവൻ അവർ പഠിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. ഏത് രാജ്യത്ത് ഈ ദഅവത്ത് വന്നിട്ടുണ്ടോ അവിടെ വളർന്നിട്ടേ ഉള്ളൂ, തളർന്നിട്ടില്ല, വളർന്നിട്ടേ ഉള്ളൂ. ഇൻഷാ അല്ലാഹു തആല കേരളത്തിലും അത് തന്നെയായിരിക്കും. നമ്മൾ നോക്കിയതേ അറിയാം. 5 വർഷം മുമ്പ് നമ്മുടെ ദഅവത്തിന്റെ അവസ്ഥ എന്താണ്? 5 വർഷം മുമ്പ് ഒരു മർക്കസിന് വേണ്ടി മഞ്ചേരി നമ്മുടെ സുഹൃത്തുക്കൾ ഒരു പള്ളി ഒരു സ്ഥലത്ത് കൂടിയിരിക്കുമ്പോൾ ജനങ്ങൾ അവിടെ അവരെ ഇറക്കി വിടുകയാണ്. അവർ കൂടിയിരിക്കുന്ന സ്ഥലം പോലും ഇല്ല. ഇന്ന് മഞ്ചേരിയിൽ ഒരു സ്ഥലം വാങ്ങി പള്ളി കെട്ടിക്കൊണ്ടിരിക്കുന്ന ഉടനെ ഇൻഷാ അല്ലാഹ് പൂർത്തിയാവും. അല്ലാഹു സുബ്ഹാനഹു വ തആല പണികളെ എളുപ്പത്തിൽ പൂർത്തിയാക്കാൻ തൗഫീഖ് നൽകട്ടെ. തിരുവനന്തപുരത്ത് ഒരു സ്ഥലം വാങ്ങി പള്ളിയുടെ പണികൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. ഇത് 5 വർഷത്തിന്റെ ഉള്ളിലുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. 5 വർഷം. കാസർഗോഡ് ഒരു സ്ഥലം വാങ്ങി പള്ളി കെട്ടി അവിടെ ദുറൂസുകൾ നടക്കുന്നു. എല്ലാ നമസ്കാരത്തിന് ശേഷം ദുറൂസുകളുണ്ട്. ആളുകൾ ഞെട്ടുക, ഇത് പുതിയൊരു സംവിധാനമാണ്. അവർ കണ്ടിട്ടില്ല പള്ളികൾ ഇങ്ങനെ ആഴ്ചയിൽ ഒരിക്കലൊക്കെ ദറസ്, വെള്ളിയാഴ്ച ദറസ്. ഇതല്ല, രാവിലെ ദറസ്, ഉച്ചയ്ക്ക് ദറസ്, വൈകുന്നേരം ദറസ്, മരുമേശ് ദറസ്, ഫുൾ ടൈം ദുറൂസുകൾ. ആർക്കും പഠിക്കാം. ഖുർആൻ ഹിഫ്ളാക്കുന്നു, രാവിലെ ഫജ്റിന് ശേഷം ഖുർആൻ ഹലക്ക, ഖുർആൻ ഹിഫ്ളാക്കാം, ഖുർആന്റെ തജ്വീദ് പഠിക്കാം. അതല്ല അറബി ഭാഷ പഠിക്കണമെങ്കിൽ അറബി ഭാഷ പഠിക്കാം. അതല്ല ഉസൂൽ പഠിക്കാം, തൗഹീദ് പഠിക്കണം, തൗഹീദ് പഠിക്കാം, ഏത് പന്നു പഠിക്കാം. അതിനൊരു സംവിധാനം. വയനാട്ടിൽ അൽഹംദുലില്ലാഹ് തൗഫീഖിനോട് സ്ഥലം വാങ്ങി. പല സ്ഥലങ്ങളിലും സ്ഥലം വാങ്ങാൻ വേണ്ടി ഇഖ്വാൻ എന്ത് ചെയ്യുന്നുണ്ട്, അവർ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ദഅവത്ത് പടർന്ന് പന്തലിച്ചു. ഇൻഷാ അല്ലാഹു തആല ഇനിയും ഇത് വളർന്നുകൊണ്ടേയിരിക്കും. കാരണം നമ്മൾ പറയുന്ന ഹക്കാണ്, നമ്മൾ പറയുന്നത് സത്യമാണ് എന്ന് മനസ്സിലാക്കി അടുത്തവർ. പിന്നെ കുറെ ആളുകളെ തെറ്റിദ്ധരിപ്പിച്ച് എന്ത് ചെയ്തിരിക്കുകയാണ്, അകറ്റി നിർത്തിയിരിക്കുക. ഒരു തീവ്രവാദികളാണ്, ഇല്ലെങ്കിൽ ഒരു മറ്റു പോലീസ് അന്വേഷിക്കുന്ന ആളാണ്. പിന്നെ തീവ്രവാദികൾക്ക് പള്ളി കെട്ടാനും അതല്ലെങ്കിൽ ഇതേപോലെ മർക്കസ് തുടങ്ങാനും ഒക്കെ ഇന്ത്യൻ ഗവൺമെന്റ് അനുവാദം കൊടുക്കുമെന്ന് ഏതെങ്കിലും വിട്ടികളല്ലാതെ വിശ്വസിക്കുക. തീവ്രവാദികളായിട്ടാണ് ഇവിടെ പബ്ലിക്കായിട്ട് ദറസ് എടുക്കാൻ വേണ്ടിയിട്ട് ഇന്ത്യൻ ഗവൺമെന്റ് കാര്യം നമുക്ക് അറിയാലോ.
ഇപ്പോഴത്തെ നമ്മളെ ഒരു രാഷ്ട്രീയത്തിൽ നമ്മൾ ഇടപെട്ട് സംസാരിക്കുന്നില്ല. പക്ഷെ മുസ്ലിങ്ങൾക്ക് പൊതുവെ ഒരു ധാരണ ഉണ്ട്. അവരെന്താ തീവ്രവാദികൾക്ക് കൂടെ ദറസ് എടുക്കാനുള്ള എല്ലാ സൗകര്യവും ഗവൺമെന്റ് രജിസ്റ്റർ ചെയ്തിട്ട് സൗകര്യം കൊടുത്തിരിക്കുക. പള്ളി കെട്ടാൻ എല്ലാത്തിനും ഇത് വകവെച്ചു കൊടുക്കാന്നാണ് അവർ പറയുന്നത്. എന്ത് വിഡിത്താണ് അവർ പറയുന്നത്? മനുഷ്യന്മാര്, ബുദ്ധിയുള്ള മനുഷ്യന്മാർ, ഇവന് ആളുകൾ ചിന്തിക്കുന്നില്ല. അതാണ് വേറെ കാര്യം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഹക്ക് മനസ്സിലാക്കുവാനും അതിനെ പിന്തുടർന്ന് ജീവിക്കാനുള്ള തൗഫീഖ് നമുക്ക് ഓരോരുത്തർക്കും തരട്ടെ. സുബ്ഹാനക്കല്ലാഹു വബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വ അത്തൂബു ഇലൈക്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹ്. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. അതെ, നമ്മളിനി എന്താ 24